അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ് അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പക്ഷേ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിനും മനസ്സ് ബന്ധു നേറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവേ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന കരാറുകൾ, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു.
ഓരോ സ്ഥലവും ഓരോ വിഷയത്തെ നീ ആസ്പദമായിക്കൊണ്ട് അതിനെ അധികരിച്ചുകൊണ്ട് ഓരോ വിഷയത്തിൻ്റെ മേലും നീ ആഗ്രഹം അവലംബിച്ചുകൊണ്ട് അത് ഓരോ ഡേറ്റും ഓരോ നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതര്, കുടുംബസമാധാനം ഇല്ലാത്തവർ, വിദേശ യാത്ര ചെയ്യുന്നവർ, കർത്താവെ അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും അവരുടെ കഴിവിനേക്കാൾ കൂടി ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അസ്ഥിരോഗികളെ നിസുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആ ദർശനത്തിലുള്ളതാണ്. അസ്ഥിരോഗികളെ കർത്താവ് സുഖപ്പെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ധ്യാനിക്കുന്ന ഒരു വാക്കാണ്. എന്താണെന്നറിയാമോ? നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. ഞാൻ തന്നെ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 2 തിമോത്തിയാണ് 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഇപ്പം എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ആശയതലമാണ്. ദൈവത്തെക്കുറിച്ച് അറിഞ്ഞെടുത്തോളൂ ഈ അപ്പോസ്തലൻ പറയണതാണ്. പൗലോസ് അപ്പോസ്തലൻ്റെയൊക്കെ ക്രിസ്റ്റോളജിയുടെ ചില പരിമിതികളെന്ന് പറയുന്നത് അദ്ദേഹം ഒരു ലേറ്റർ എൻട്രിയാണ്, ഇടയ്ക്ക് വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ മുഴുവനും പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും ഇത് പഴയ നിയമമാണ് ഇങ്ങേര് അവലംബിക്കണമെന്ന് മനസ്സിലാവും. പഴയ നിയമമാണ് അവതരിപ്പിക്കുന്നത്. അവതരിപ്പിക്കുന്നതെല്ലാം മോസസിൻ്റെയും അബ്രാഹത്തിൻ്റെയും ദൈവത്തെയാണ് പലപ്പോഴും അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഈ മോസസിൻ്റെയും എബ്രാഹത്തിൻ്റെയും ദൈവം കഴിഞ്ഞിട്ട് യേശുക്രിസ്തുവിന് ദൈവം വരുന്നുണ്ട്. അത് പുള്ളിക്ക് അത്ര കണ്ട് പിടിയില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോർക്കും അച്ഛൻ ഇങ്ങനെ പറയണത്, യേശുക്രിസ്തുവിൻ്റെ ദൈവം എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ അവസാന വാക്കാണ്. പൗലോസ് എന്താ പറയണത്? നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. അത് എബ്രാഹത്തിന് കൊടുത്ത വെളിപാടിൻ്റെയും മോസസിന് കൊടുത്ത വെളിപാടിൻ്റെയും പിന്തുടർച്ചയാണ് ആ പറയണത്. പക്ഷേ പുതിയ നിയമത്തിൽ എങ്ങനെ പറയണത്? പുതിയ നിയമത്തിൽ യേശുക്രിസ്തു വിശ്വസ്തനായിരുന്നു അല്ലേ? പക്ഷേ പ്രയോഗത്തിൽ ദൈവം വിശ്വസ്തനായിരുന്നില്ല. അപ്പോൾ നിങ്ങളോർക്കും അച്ഛൻ പറയുന്ന പാഷാണ്ഡതയാണ്. പാഷാണ്ഡതയല്ല, ഈ ആബ്സെൻസ് ഓഫ് ഗോഡ് പ്രീസപ്പോസ് ചെയ്തുകൊണ്ട് മാത്രമേ ഒരു വിശ്വാസിയുടെ PhDയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ബിരുദാനന്തര ബിരുദമില്ലേ? അതെന്ന് പറഞ്ഞാൽ എന്താണത്? ദൈവം അവിശ്വസ്തനായിരുന്നാലും നമ്മൾ വിശ്വസ്തരായിരിക്കണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയണത്, ഞങ്ങൾ ദൈവം അവിശ്വസ്തനാണെന്ന് അല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ കാണപ്പെടാവുന്നതാണ്. മനസ്സിലായ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്, ഞങ്ങൾ പരാജയപ്പെട്ടവരായിട്ട് കാണപ്പെട്ടാലും നിങ്ങൾ വിജയിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 13:7. ഞങ്ങൾ പരീക്ഷയിൽ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല. ഞങ്ങൾ പരീക്ഷ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല. ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. അപ്പോൾ അത് കാണപ്പെടാന്ന വാക്ക് അവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ലേ ശരിക്കും പറഞ്ഞാൽ? കാരണം ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാൽ, അതായത് ഒരു പ്രതീതി നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളത് നമുക്ക് ഒരു പ്രതീതി നമുക്കുണ്ടായാലും നമ്മളെന്ത് ചെയ്യണം? അതിലൊരു നമ്മൾ യുദ്ധം തോക്കരുത്. മനസ്സിലായ? ഇപ്പം അശുദ്ധ മഹാധ എന്ന് പറഞ്ഞ കുരുക്ഷേത്ര യുദ്ധത്തിലില്ലേ, കുഞ്ചര എന്ന് പതുക്കെ പറയത്തുള്ളൂ. ആ അശുദ്ധാത്മാവ് മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ പാളയത്തിൽ പടയായി നിർവീര്യമായി ആൾക്കാർ അണികളിൽ അന്തശുദ്ധരായി അങ്ങനെ പോകരുത്.
അതാണ് ഞങ്ങൾ പരാജയപ്പെട്ടവരായി കാണപ്പെടാൻ ചെയ്തത്. പിശാച് ചിലപ്പോൾ അങ്ങനെ കാണിക്കും നമ്മളാണ്, അല്ല ദൈവം തന്നെ അങ്ങനെ ഒരു പ്രലോഭനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോഴും എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ വിജയിച്ചവരായി നിങ്ങൾ വിജയിക്കണം. ഇപ്പോൾ ചില സമയത്ത് ദൈവം നമ്മളെ കൈവിട്ടതായിട്ട് കാണപ്പെടും. അതാണ് ഞാൻ പറഞ്ഞത്, ദാറ്റ്സ് മൈ പോയിൻറ്റ്. അതായത് ദൈവം ഇപ്പം യേശുവിൻ്റെ ഏറ്റവും വലിയ ആന്തരികമായ ആത്മവിശ്വാസം എന്തായിരുന്നു? പിതാവ് എപ്പോഴും എന്നോട് കൂടെ ഉണ്ട്, ഞാൻ ഏകനെല്ലാം തന്നെയാണ്. യോഹന്നാൻ 16:32. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു എങ്കിലും ഞാൻ യേശുവിന്റെ കോൺഷ്യസ് കണ്ട, എങ്കിലും ഞാൻ ഏകനല്ല. കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. പിതാവ് എന്നോട് കൂടെയുണ്ട്. അതാണ് യേശുവിന്റെ ആന്തരിക ബോധ്യം. അപ്പം നിങ്ങളൊക്കെ അവിശ്വസ്തരായിരുന്നാലും വിശ്വസ്തനായ പിതാവ് എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ കുരിശിന് വിലയുണ്ടാകത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് ആബ്സെൻസ് ഓഫ് ഗോഡ് ഉണ്ടാവും. പിതാവുണ്ട്, പക്ഷെ നമുക്ക് അനുഭവവേദ്യമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലേ ശിഖ എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവൾ പറയണത്, ഞാൻ നിരീശ്വരവാദിയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര സമാധാനമാണ്, ഞങ്ങൾക്ക് ജീവിക്കാനും മാർഗമില്ല. അപ്പോൾ എനിക്കൊരു പ്രയോജനമില്ലാത്ത ദൈവത്തെ ഞാനെന്തിനാണ് വിശ്വസിക്കണമെന്നാണ് അവൾ ചോദിക്കുന്നത്. അപ്പോൾ അവളുടെ അമ്മ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അവൾ പറയാത്ത ഒരു രഹസ്യ രോഗം, അവളുടെ രോഗം അമ്മ ഉടമ്പടിയിൽ എഴുതി വെച്ച് അവളോട് പറഞ്ഞില്ല. അവൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അമ്മയെ കളിയാക്കും. പക്ഷേ അമ്മ വന്നപ്പോൾ അവളോട് പറഞ്ഞു, നിൻ്റെ ഈ അസുഖം ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വർഷങ്ങൾ രോഗമുള്ള രോഗം അപ്പം സ്റ്റോപ്പായി. അതോടുകൂടി അവൾ വന്ന് ഉടമ്പടി എടുത്ത്. അതാണ് പെട്ടെന്നാണ്. പക്ഷെ ആ നിലപാട് ആരോഗ്യകരമല്ല. കാര്യം എനിക്ക് അനുഭവവേദ്യമാകുന്നില്ല, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമല്ലല്ലോ അത്. ദൈവം വിശ്വാസമായിരിക്കുന്നതിൻ്റെ കാരണം, നമ്മുടെ വിശ്വാസത്തിന് വിലയുള്ളതിൻ്റെ കാരണം, നമ്മുടെ വിശ്വാസത്തിന് വില ഇങ്ങനെ കൂടും ചില സമയത്ത്. എപ്പോഴാണ് കൂടാന്നറിയാവോ? ചില സമയത്ത് ദൈവം അവിശ്വസ്തനായിട്ട് കാണപ്പെടും. നമ്മുടെ ഒരു പ്രാർത്ഥനയും കേൾക്കപ്പെടാത്ത പോലെ ദൈവം അവിശ്വസ്തനാണെന്ന് നമ്മൾ കാണപ്പെടും. ദൈവം ഇല്ലെന്ന് നമുക്ക് തോന്നും. അപ്പോഴും നമ്മൾ വിശ്വാസത്തോടെയും വിശ്വസ്തയോടെയും നിന്ന് കഴിഞ്ഞാൽ ആ വിശ്വാസത്തിന് ഭയങ്കര വില. അപ്പം നമ്മുടെ വിശ്വാസം തീ പിടിച്ച വിലയുള്ളതാക്കാനും മൂല്യവത്താക്കാൻ വേണ്ടിയാണ് ഈ ആബ്സെൻസ് ഓഫ് ഗോഡ് വരണത്. എപ്പോഴും ഓർത്തേക്കാം. അതുകൊണ്ടാണ് ആ വചനം തിരിച്ചിട്ട് വായിക്കേണ്ടതാണ്. എന്താണ്? നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കുമെന്ന് പറയണ പോലെ തന്നെയാണ് അവിശ്വസ്തനായി ചില സമയത്ത് കാണപ്പെടാം. അത് നമ്മളാൾക്ക് ദൈവം അവിശ്വസ്തനായതുകൊണ്ടല്ല, നമ്മൾക്ക് നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് അങ്ങനെ കാണപ്പെടുന്നതാണ്, അനുഭവപ്പെടുന്ന. അങ്ങനെ അനുഭവപ്പെട്ടാലും പിതാവേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചെന്ന് ഈശോ ചോദിക്കണില്ലേ? അപ്പോൾ ഈശോയ്ക്ക് അതുപോലെ ആബ്സൻസ് ഫീൽ ചെയ്ത്, എന്നിട്ട് ഈശോ എന്ത് പറഞ്ഞു? ഐ കമൺ മൈ സ്പിരിറ്റ്. അപ്പോൾ ദൈവം അവിശ്വസ്തനായി കാണപ്പെടും. നമ്മുടെ ഒരു പരിമിതി കാരണം, ഈശോയുടെ തീവ്രമായ വേദന കാരണമാണ് ഈശോയ്ക്ക് ദൈവത്തെ ഫീൽ ചെയ്യാഞ്ഞത്. അപ്പോഴും അവിശ്വസ്തനായി കാണപ്പെട്ട് തോന്നി. അപ്പോൾ ഈശോ എന്താ ചെയ്തത്? ഈശോ തൻ്റെ വിശ്വാസത്തെ, പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിച്ചപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ അവസാനത്തെ വാക്കായി ഈശോ. അപ്പം നമ്മുടെ വിശ്വാസം മൂല്യവത്താകാൻ വേണ്ടി ഇങ്ങനെ ചില ഡാർക്ക് ഹോളിലൂടെ ചില സമയത്ത് നമ്മൾ കടന്നു പോകും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ശ്രദ്ധയുണ്ട്, ജാഗ്രത ഉണ്ടായാൽ മതി. എൻ്റെ പേര് സോണിയ. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 ജാനുവരിയിലായിരുന്നു. അതിനു മുന്നേ ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിവ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കൃപാസനം എന്താണെന്നൊന്നും എനിക്ക് കൂടുതൽ അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കവേ എനിക്ക് കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എനിക്ക് ഫാമിലിയിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി. ഞാൻ ഒരു ഡിപ്രഷൻ, ആങ്സൈറ്റി ആ സ്റ്റേറ്റിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കവേ എനിക്ക് 2014 ഞാൻ എൻ്റെ പഠനം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് തുടർന്ന് പഠിക്കണം എന്നുള്ളൊരാഗ്രഹം ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ പഠിക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് കൂടി ഞാൻ പഠിക്കാൻ ഇറങ്ങി. എനിക്ക് കൂടുതൽ ഇഷ്ടം മെഡിക്കൽ ഫീൽഡായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ബന്ധപ്പെട്ട് ഞാൻ കുറേ കോഴ്സൊക്കെ അന്വേഷിച്ചു.
അന്വേഷിച്ച് ഞാൻ ഇവിടെ വന്നു. മേരി ആൻറ്റി വഴിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ആദ്യം വന്ന ദിവസം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു മൈൻഡോട് കൂടിയാണ് ഞാൻ ഇവിടെ വന്നത്. വന്ന് ഞാൻ മാതാവിനോട് ഇത് മാത്രമേ ചോദിച്ചുള്ളൂ, മാതാവ് എനിക്ക് മുന്നോട്ട് പഠിക്കണം, അതിനൊരു വഴി നീ കാണിച്ചു തരണേന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ പോകുന്ന വഴിക്ക് എനിക്കൊരു കോള് വന്നു. ഇങ്ങനെ ഒരു കോഴ്സുണ്ട്, അതായത് നഴ്സിംഗ് ആണ്, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ആണ്, താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ കുറേ കോളേജസിൽ പോയി, ട്രിവാൻഡ്രത്ത് തന്നെ പോയി അന്വേഷിച്ച് നോക്കി. അങ്ങനെ ഒരു കോളേജ് എനിക്ക് കിട്ടി. ഞാൻ ആപ്ലിക്കേഷൻ ഇട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി, ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. അതിനുശേഷം ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഇത്രയും വർഷത്തെ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് എനിക്ക് പെട്ടെന്നൊന്നും അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഭയങ്കര നെർവസായി. എനിക്ക് പഠിക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ല, ഒന്നും മനസ്സിലാകാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം പിന്നീട് വന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഞാൻ അന്ന് തന്നെ ഉടമ്പടി എടുത്ത് എൻ്റെ നിയോഗത്തിൽ ഞാൻ വെച്ച ആദ്യത്തെ കാര്യമായിരുന്നു ഇത്. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ മാതാവിനോട് ആദ്യം ബൈബിൾ തുറന്ന് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് കിട്ടുന്ന വചനങ്ങളനുസരിച്ച് ഞാൻ മുന്നോട്ട് പോയി. അതനുസരിച്ച് പ്രാർത്ഥിച്ചു, പഠിച്ചു, പരീക്ഷ എഴുതി. ഞാൻ എക്സാം ഹാളിൽ പോകുമ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എങ്ങനെ എഴുതും, ക്വസ്റ്റ്യൻ എന്താണ്, ഒന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ പോകുമ്പോഴൊക്കെ കാശുരൂപവും ഉപ്പും ഞാൻ കൊണ്ടുപോകും. കാശുരൂപം എൻ്റെ ഡ്രസ്സിൽ ഞാൻ പിൻ ചെയ്താണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഉപ്പ് ഞാൻ അവിടെ പോയി എക്സാം ഹാളിൽ വിതറും, എൻ്റെ പേപ്പേഴ്സിൽ വിതറും. ഞാൻ ഇരിക്കുന്ന സീറ്റിൽ ഇട്ടിട്ടാണ് ഞാൻ എക്സാം എഴുതുന്നത്. ഞാൻ എക്സാം എഴുതാൻ പോകുമ്പോഴും ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഞാൻ എഴുതാൻ പോകുമ്പോഴും ഞാൻ മാതാവിനോട് ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, ഇനി ഈ എക്സാം എഴുതാനായിട്ട് എന്നെ നീ ഇവിടെ കൊണ്ടിരുത്തല്ലേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അതുപോലെ മാതാവ് ഒരു എക്സാം പോലും ഞാൻ പിന്നീട് അവിടെ പോയിരുന്ന് എഴുതാനായിട്ട് എന്നെ കൊണ്ടിരുത്തിയിട്ടില്ല. കാരണം ഫസ്റ്റ് ഇയറിൽ ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സെക്കൻഡ് ഇയർ പിന്നീട് എനിക്ക് അങ്ങോട്ട് നല്ല മാർക്കോടുകൂടി പാസ്സാകാനായിട്ട് സാധിച്ചു. അങ്ങനെ തേർഡ് ഇയർ എത്തിയപ്പോൾ കോളേജസിൽ നിന്ന് മാഡം പറഞ്ഞു, ഇങ്ങനെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പഠിച്ചതുപോലെയല്ല, നല്ല ടഫാണെന്നൊക്കെയാണ് പറയുന്നത്, അപ്പോൾ കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറേ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ തേർഡ് ഇയറിൽ ഈ കാര്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഞാൻ മേരി ആൻറ്റിയോട് പറഞ്ഞു. അപ്പോൾ ഓരോ എക്സാം എഴുതാൻ വരുമ്പോഴും ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ബ്ലെസ്സിങ് വാങ്ങിച്ച് കാശുരൂപമായിട്ടാണ് പോകാറുള്ളത്. അങ്ങനെ ഞാൻ തേർഡ് ഇയർ എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഞങ്ങൾ 20 പേരുണ്ട് ഒരു ബാച്ചിൽ. അപ്പോൾ 16 പേരാണ് ആ എക്സാം എഴുതാനുള്ളത്. അപ്പം 16 പേര് എഴുതുന്നതിൽ ഞാൻ ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞു, ഞാൻ എല്ലാ മാസവും അവർക്ക് പത്രം കൊടുത്തിട്ട് മാതാവിനെക്കുറിച്ചും കൃപാസനത്തിനെ കുറിച്ചുമൊക്കെ ഞാൻ അവരോട് പറയാറുണ്ട്. ഞങ്ങളുടെ ബാച്ചിൽ 2 പേര്, ഞാനും വേറൊരു കുട്ടി അല്ലാതെ ബാക്കി എല്ലാവരും മുസ്ലിംസും ഹിന്ദുക്കളുമായിരുന്നു. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊരു വലിയ ഐഡിയ ഇല്ലായിരുന്നു. എന്നാലും ഞാൻ മാതാവിനെക്കുറിച്ച് അവർക്ക് കൂടുതലായിട്ട് പറഞ്ഞു കൊടുത്ത് അവർക്ക് എല്ലാ മാസവും പത്രം ഞാൻ കൊടുക്കും. ഞാൻ ആദ്യത്തെ മാസം പത്രം കൊടുത്തപ്പോൾ 2ാമത്തെ മാസം മുതൽ അവരെന്നോട് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി പത്രം എവിടെയെന്ന്. അപ്പോൾ അവരത് ക്ലാസ്സിൽ ഇരുന്ന് വായിക്കും, തിരിച്ച് അതിനനുസരിച്ച് നമ്മൾ പരസ്പരം ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ തേർഡ് ഇയറിൽ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാനിങ്ങനെ മേരി ആൻറ്റിയോട് കാര്യം പറഞ്ഞപ്പോൾ ആൻറ്റി ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. പിന്നെ അച്ഛൻ്റെ പുസ്തകം മറിയത്തിൻ്റെ സുവിശേഷം എന്ന പുസ്തകം ഞാൻ ഒരു 10-15 വാങ്ങിച്ചു. ഒപ്പം കാശുരൂപവും വാങ്ങിച്ചു, പത്രവും വാങ്ങിച്ചു. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ എല്ലാ ബാച്ചിലെ എല്ലാ കുട്ടികൾക്കും ഞാൻ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നാൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തി കൊള്ളാമെന്നും ഞാൻ നേർന്നിരുന്നു. അങ്ങനെ എക്സാം ഹാളിൽ പോയി പരീക്ഷ എഴുതി. എല്ലാവരും പരീക്ഷ എഴുതി, പക്ഷേ നല്ല ടഫായിരുന്നു. ആർക്കും ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ആ പരീക്ഷ എഴുതിയതിൽ. പിന്നെ എക്സാം റിസൾട്ടായി. കഴിഞ്ഞ മാസമായിരുന്നു ഞങ്ങൾക്ക് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല.
ട്രിവാൻഡ്രത്ത് തന്നെ KNMCയുടെ അണ്ടറിൽ എക്സാം എഴുതിയ കോളേജസിൽ, അതായത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, ജനറൽ ഹോസ്പിറ്റൽ, അങ്ങനെ പ്രൈവറ്റ് സെക്ടറിലെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള കുട്ടികൾ എല്ലാവരും എക്സാം എഴുതിയതിൽ എൻ്റെ കോളേജിൽ മാത്രമാണ് ഫുൾ പാസ്സായത്. മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ ഈ നിമിഷം 1000 നന്ദി പറയുന്നു. എന്നോടൊപ്പം പഠിച്ചെഴുതിയ എല്ലാവരും ഒരു ദിവസം മാതാവിനടുത്ത് വന്ന് സാക്ഷ്യപ്പെടുത്തി കൊള്ളാമെന്നും അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സാക്ഷിയെന്ന് പറയുന്നത്, എനിക്ക് കഴിഞ്ഞ ഓഗസ്റ്റിൽ, ഞാൻ 3rd ഇയർ പഠിക്കുമ്പോൾ ഓഗസ്റ്റിൽ എനിക്ക് പെട്ടെന്ന് ഒരു നടുവേദന വന്നു. അപ്പോൾ ഞാനത് കാര്യമാക്കിയില്ല. ഞാൻ കരുതി വല്ല യൂറിൻ ഇൻഫെക്ഷൻ്റെ ആയിരിക്കും എന്ന് കരുതി ഞാനത് കാര്യമാക്കിയില്ല. നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു 2 ആഴ്ച വരെ ഞാനത് കൊണ്ട് നടന്നു. എനിക്ക് ഒട്ടും പറ്റാതായപ്പോൾ ഞാൻ ടോട്ടലി ഒരു ബെഡ് റിഡനായി. എനിക്ക് പരസഹായമില്ലാതെ എഴുന്നേൽക്കാൻ പറ്റില്ല, കാല് നിലത്ത് വെച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നപ്പോൾ ഞാനങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞത്, MRI എടുത്തിട്ട് പറഞ്ഞത് എനിക്ക് ഡിസ്ക് ബൾജ് ഉണ്ടെന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടർ തന്ന ഗുളികയും വാങ്ങിച്ചു. അത് കഴിച്ചിട്ടും എനിക്കൊരു കുറവ് എനിക്ക് തോന്നിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം മാതാവിൻ്റെ ജപമാല റാലി വരുന്നുണ്ട്. അപ്പോൾ എനിക്കതിൽ പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ നിയോഗത്തിൽ ഞാൻ എൻ്റെ ഈ പ്രശ്നം വെച്ചു പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഞാൻ എൻ്റെ ജപമാലയിൽ ഈ മാതാവിൻ്റെ നേർച്ച തൈലം എടുത്ത് തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അന്ന് ജപമാല റാലിയുടെ അന്ന് ഞാൻ വന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നു. ജപമാല റാലി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുന്നവരെ എനിക്ക് നടുവേദന എന്താന്ന് പോലും വന്നിട്ടില്ല. കാരണം ഞാൻ നടക്കുന്നതിൻ്റെ ആ ഒരു കാലിൻ്റെ ഒരു കഴുപ്പ് മാത്രമല്ലാതെ വേറെ ഒരു വേദനയും, നടുവിലോട്ട് ഒരു വേദനയും ഞാൻ അന്ന് അനുഭവിച്ചില്ല. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല മാതാവ് എന്നിലൂടെ ഇത്രയും അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ അറിയിക്കുന്നു. മൂന്നാമത്തെ എൻ്റെ സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ കോളേജിൽ പോകുന്ന വഴിക്ക് എനിക്ക് രാവിലെ ഞാൻ 6:30ക്കാണ് കോളേജിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് കറക്റ്റ് സമയത്ത് ചൊല്ലാൻ പറ്റാറില്ലായിരുന്നു. ഞാനൊരു 6 മണിക്കൊക്കെയാണ് ചൊല്ലുന്നത്. അപ്പോൾ പ്രതീക്ഷീകരണ പ്രാർത്ഥന പക്ഷേ ഞാൻ മുടക്കാറില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ കോളേജിൽ പോകുന്ന വഴിക്കാണ് അച്ഛൻ്റെ ധ്യാനവും പിന്നെ ഡെയിലി ബ്രെഡും കാണുന്നത്. ആ ഡെയിലി ബ്രെഡിൽ ഞാൻ എന്താണോ എൻ്റെ മനസ്സിൽ എൻ്റെ ആവശ്യം അതെല്ലാം മാതാവ് അച്ഛനിലൂടെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താണോ എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ, എന്നാണ് ഞാൻ എൻ്റെ വിഷമം എന്നുള്ളത്, ഞാൻ ആ ഡെയിലി ബ്രെഡ് കാണുമ്പോൾ എനിക്കതിനൊരു സൊല്യൂഷൻ കിട്ടാറുണ്ടായിരുന്നു. അതെനിക്ക് വലിയ ഒരു ആശ്വാസമായിരുന്നു. ഞാൻ ഈ ഡെയിലി ബ്രെഡും മാതാവിൻ്റെ അച്ഛനോടുള്ള ഈ ധ്യാനവും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും എനിക്കറിയുന്ന എല്ലാവർക്കും ഞാൻ എല്ലാ ദിവസവും ഷെയർ ചെയ്ത് കൊടുക്കും. അവരോട് മാതാവിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അതിനുശേഷം ഞാൻ അച്ഛൻ ഒരു ദിവസം ഡെയിലി ബ്രെഡിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, 5:30ക്കുള്ള ആ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിങ്ങൾ 5:30ക്ക് തന്നെ ചൊല്ലണം, അതാണ് ടൈമിംഗ് എന്ന് പറഞ്ഞ് അച്ഛൻ ഒരു ഡെയിലി ബ്രെഡിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, അയ്യോ ഞാൻ 5:30ക്കല്ലല്ലോ പറയുന്നത്, ഞാൻ താമസിച്ചാണല്ലോ പറയുന്നത് എന്നുള്ളൊരു തോട്ട് എനിക്ക് ഭയങ്കര വിഷമമായി. അതിനുശേഷം ഞാൻ 5:30ക്ക് തന്നെ കറക്റ്റ് ആ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. ഞാൻ ഇത് കേൾക്കുന്നതിന് മുന്നേ എൻ്റെ വീട്ടിൽ ഞങ്ങളൊരു പുതിയ വീട് വാങ്ങണം എന്നുള്ളൊരു ചിന്തയിൽ ഞങ്ങളിങ്ങനെ കുറേ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു ഏജൻറ്റ് വഴി ഞങ്ങൾ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു വീട് ഞങ്ങൾക്ക് ആ പ്രാർത്ഥന ചൊല്ലി ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റ് ഞങ്ങൾക്ക് ആ വീട് ആ ഏജൻറ്റ് പറഞ്ഞു തന്നു. ഞങ്ങളുടെ താമസിക്കുന്നതിന് തൊട്ട് കുറച്ചടുത്ത് തന്നെയായിരുന്നു വീട്. അങ്ങനെ ഒരു 10 ദിവസത്തിലാണ് ആ ഒരു വീടിൻ്റെ കാര്യം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്കൊരു വീട് എന്നൊരു സ്വപ്നം അവിടെ വന്നത്. ആ 10 ദിവസവും ഞങ്ങൾക്ക് 10 തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. പലതരത്തിലും വീട് വാങ്ങേണ്ട തടസ്സങ്ങളൊക്കെ ഒരുപാടുണ്ടായി. അതെല്ലാം മാതാവ് നിഷ്പ്രയാസം എടുത്തു മാറ്റി. ഇപ്പോൾ അടുത്ത ആഴ്ച ഞങ്ങളുടെ വീടിൻ്റെ എഗ്രിമെൻറ്റ് വച്ചേക്കുവാണ്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും, മാതാവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയും മരണം വരെ ഞാനും എൻ്റെ കുടുംബവും മാതാവിൻ്റെ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്.
എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ പത്രങ്ങൾ വാങ്ങിച്ച് എൻ്റെ കൂടെയുള്ളവർക്കും, ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകുമ്പം അവിടുത്തെ രോഗികൾക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ കാശ് രൂപം അവിടുത്തെ രോഗികൾക്ക് ഞാൻ കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ നിയോഗത്തിലും അത് തന്നെയാണ് ഞാൻ വച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ കൂടെയുള്ളവരെ എനിക്ക് ഈ മാതാവിലോട്ട് എത്തിക്കാനായിട്ട് എന്നെ മാതാവ് ഇടയാക്കി. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, മാതാവേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണേ എന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഇതൊന്നും എൻ്റെ കഴിവ് കൊണ്ടല്ല, ഞാൻ അതിന് ഡിസേർവ്ഡ് ആണോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ മാതാവ്, എനിക്കറിയില്ല എത്രത്തോളം എന്നെ ഇങ്ങനെ ഉയർത്തി നിലനിർത്തിക്കൊണ്ട് പോകുന്നെന്ന്. അതിനെല്ലാത്തിനും മാതാവിന് 1000 നന്ദി. പിന്നെ ഞാൻ എല്ലാ മാസവും പത്രം എടുക്കാറുണ്ട്. ഒരു പത്രം ഒരു കെട്ട് ഞാൻ എൻ്റെ കൂടെയുള്ളവർക്ക് കൊടുക്കുമെങ്കിലും ബാക്കിയുള്ളതെല്ലാം മേരി ആൻറ്റി വഴി മറ്റ് സ്റ്റേറ്റിലോട്ടാണ് ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്യുന്നത്. ഇതെല്ലാം നടത്തി തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. 115 സങ്കീർത്തനം 12 തിരുവചനം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹറോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും. സോണിയ എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, സോണിയ ഏജ് ഓവറായിട്ട് തനിക്ക് ഒട്ടും തന്നെ പഠനം സാധ്യമല്ല എന്ന് ഉറപ്പുള്ള ഒരു സമയത്താണ് ഇവിടെ വന്ന് ഇനി എന്ത് എന്നുള്ളൊരു ആശങ്കയിൽ വെറുതെ പ്രാർത്ഥിച്ചു പോകാം, എനിക്കെന്തെങ്കിലും ഒരു വഴി എൻ്റെ ജീവിതത്തിൽ കാണിച്ചു തരുമെന്നുള്ളൊരാഗ്രഹത്തിൽ ഇവിടെ വന്ന് വെറുതെ പ്രാർത്ഥിച്ചു പോയതാണ്. പ്രാർത്ഥിച്ചു പോകുന്ന വഴിക്കാണ് മോൾക്ക് നേഴ്സിങ്ങിനുള്ള ഒരു സാധ്യതയുടെ ഒരു കോൾ വരുന്നത്. അവിടെ നിന്നും തൻ്റെ ജീവിതത്തിലുള്ള വ്യത്യാസങ്ങൾ അതെല്ലാം ഒരു യൂട്ടേണായി മകൾ ഏറ്റെടുക്കുകയാണ്. ഉടനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും തൻ്റെ നേഴ്സിംഗ് പഠനത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും അപ്പോഴാണ് മനസ്സിലാകുന്നത് ഏജ് ഓവറായി കഴിയുമ്പോൾ പഠനം അത്ര സാധ്യമല്ല. പക്ഷേ ഉടമ്പടിയുടെ ഉറപ്പായിരുന്നു എല്ലാ പരീക്ഷകളിലും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുവാനും വിശ്വാസ പ്രമാണം ചൊല്ലുവാനും തനിക്ക് നഷ്ടപ്പെട്ടിരുന്ന എല്ലാ കാര്യങ്ങളും കോൺഫിഡൻസ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഈ മകൾക്ക് ലഭിച്ചതായി ഏറ്റുപറയുന്നു. ഒരു സപ്ലി പോലും വരാതെ ഇത്രയും ഒരു പ്രായത്തിൽ മകൾക്ക് പരീക്ഷ എഴുതി അവസാനിപ്പിക്കുവാനും ജയിക്കുവാനും സാധിച്ചു. ആ കോളേജിലുള്ള എല്ലാവർക്കും വേണ്ടി മകൾ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ഉടമ്പടിയിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ മകളുടെ കോളേജിൽ ആദ്യമായി അവിടെ ആ ബാച്ചിൽ എല്ലാവരും തന്നെ പാസ്സാവുകയും അവർക്ക് ഒരു നല്ല വിജയം ലഭിച്ചു എന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ, മനുഷ്യന് അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിന് സാധ്യമാണ് എന്ന് തിരുവചനത്തിലൂടെ നാം വായിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ ഡിസ്ക് ബൾജിങ്ങായി ഈ മകൾക്ക് ഒരു വലിയ ചികിത്സ തേടേണ്ടി വന്നു. എത്ര തന്നെ മരുന്ന് കഴിച്ചാലും അതിനൊരു പരിഹാരം ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പുള്ള അവസ്ഥയിലാണ് തനിക്ക് ആശ്രയമായി വന്നത്, പരിഹാരമായി വന്നത് അവിടുത്തെ ലേപനമോ ഔഷധമോ അല്ല, അവിടുത്തെ വചനം തന്നെയാണ് ഈ മകളെ സൗഖ്യപ്പെടുത്തിയത്. ഇവിടെ നിന്ന് ലഭിക്കുന്ന ഉടമ്പടി തൈലവും ഉടമ്പടി നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചാണ് വളരെ പെട്ടെന്ന് ഈ മകളുടെ നടുവേദന ശരിയായതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ മകളുടെ ഒരു വലിയ കാര്യമാണ് ഡെയിലി ബ്രെഡ് സമയം കഴിഞ്ഞ് പ്രാർത്ഥിക്കാറുള്ള ഒരു സ്ഥിതിവിശേഷം ഈ മകൾക്കുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർപ്പിക്കുന്നുണ്ട്, 5:30 എന്ന് പറയുന്ന സമയം 5:30 തന്നെയാണ്, അത് 5:45 6:30 അല്ല. ആ ഒരു വെളിപ്പെടൽ ഈ മകൾക്ക് ലഭിച്ചപ്പോഴാണ് കൃത്യമായിട്ട് 5:30 പ്രെയർ ആ സമയത്ത് തന്നെ ചെയ്തു തുടങ്ങിയപ്പോൾ 10 ദിവസത്തിനുള്ളിൽ അവരുടെ വീട് എന്ന ഒരു സ്വപ്നം സാധ്യമായത്. നമുക്കിവിടെ നിന്ന് ലഭിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നൽകുന്ന ചൊവ്വാഴ്ചകളിലെ ആരാധനാ ധ്യാനങ്ങൾ നാം കൃത്യമായി കേൾക്കുകയും ആ പ്രബോധനങ്ങൾ നാം വചനങ്ങൾ എഴുതിയെടുത്ത് നാം പ്രാർത്ഥിക്കുകയും ആവർത്തിക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ വചനം സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ നാം എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്ര തന്നെ യോഗ്യതകളില്ലാത്ത കാര്യങ്ങളായാലും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ നമുക്കത് സാധ്യമാകും. ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിത്യതയിലേക്കാണ് ഈ പ്രാർത്ഥനാ പദ്ധതി നമ്മെ വിളിക്കുന്നത്. ഈശോ എന്നും സ്വന്തമാക്കാനുള്ള ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയാണിത്. പരിശുദ്ധ അമ്മ അതിനുവേണ്ടി നമുക്കായി മധ്യസ്ഥം ഉപേക്ഷിക്കുകയാണ്. നമുക്കെല്ലാവരും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്തരയിൽ വന്ന് നിൽക്കാനും എൻ്റെ സാക്ഷ്യം പറയാനും സാധിച്ചതിൽ
എൻ്റെ മാതാവിനോടും ഈശോപ്പയോടും ഒരുപാട് നന്ദി. എൻ്റെ പേര് ദിയ. ഞാൻ എറണാകുളം ജില്ല തമ്മനത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് കൃപാസന മാതാവിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. 2025 ജാനുവരി 1 എൻ്റെ ക്യാൻസർ എന്ന മഹാരോഗം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എനിക്ക് 2 കുഞ്ഞു മക്കളാണ്. ഒരാൾക്ക് 5 വയസ്സും ഒരാൾക്ക് 3 വയസ്സും. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഹസ്ബൻഡ് ഇവിടെ ഇല്ല, പുറത്താണ്. എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു വശം തളർന്നിട്ട് പയ്യെ നടന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അധികം സാമ്പത്തികമൊന്നും ഇല്ലാത്ത കുടുംബമാണ്. എങ്ങനെ അത് നേരിടും എന്നൊന്നും അറിയില്ല. എല്ലാവരും ചോദിക്കണ പോലെ ഞാനും ഡോക്ടറോട് ചോദിച്ചു, എനിക്ക് ജീവിക്കാൻ പറ്റുമോ, എനിക്ക് ആയുസ് ഉണ്ടാവുമോ, എൻ്റെ അസുഖം മാറുമോ? ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ഈസ് ഇൻക്യൂറബിൾ. 6 മാസമോ 1 വർഷമോ ഇതിൻ്റെ സിംറ്റംസ് ഒന്നും ഇല്ലാണ്ടിരിക്കാം, പിന്നീട് അത് തിരിച്ചു വരും, പിന്നെയും വരും എന്ന് പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ എൻ്റെ 2 മക്കളെയും സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ടീച്ചറിനോട് പറഞ്ഞു, എനിക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എൻ്റെ മക്കളെ ഞാൻ ഏൽപ്പിക്കുകയാണ്. എൻ്റെ മക്കളെ നോക്കിക്കൊള്ളണം, ഞാനില്ലെങ്കിലും അവരെ നന്നായിട്ട് നോക്കിക്കൊള്ളണം. എന്തുണ്ടെങ്കിലും എൻ്റെ അച്ഛനോട് പറഞ്ഞോളൂ, അച്ഛൻ വരും, എനിക്കിനി വരാൻ പറ്റുമോ എന്നറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ കരയാണ്. ആ സമയത്താണ് LKGയിലെ ടീച്ചർ ഡാർലി മിസ്സ് എന്നെ കാണുന്നു. മിസ് എന്നെ വിളിക്കുകയാണ്, എന്താ ചെയ്യുക, ഞാൻ കരയുന്ന കണ്ടു, എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞു, മിസ്സേ ഇങ്ങനെ ഇതേപോലെ ക്യാൻസറാണ്, എനിക്കറിയില്ല ഇനി ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്നറിയില്ല എന്ന് പറഞ്ഞു. മിസ്സ് പറഞ്ഞു, എൻ്റെ കൂടെ ഒന്ന് കൃപാസനം വരെ വരാവോ? മിസ്സ് ഉടമ്പടി എടുത്താണ്, മിസ്സിന് അത്ര വിശ്വാസമാണ് എന്ന് പറഞ്ഞു. എല്ലാം പോയി, എല്ലാം തീർന്നിരിക്കണ നിമിഷം ഞാൻ എവിടെ വേണമെങ്കിലും വരാം മിസ്സേ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ മിസ്സേ എനിക്ക് നടക്കാനൊന്നും വയ്യ, കാലിൽ നീരാണ്, ശ്വാസം മുട്ടാണ്, ഒരു സ്റ്റെപ്പ് പോലും കയറാൻ പറ്റത്തില്ല, എനിക്ക് വരാൻ പറ്റുമോ എന്ന് പറഞ്ഞു. മിസ്സ് പറഞ്ഞു, ഞാൻ കൊണ്ടുപോയിക്കോളാം, ഒന്ന് എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മിസ്സിൻ്റെ കൂടെ ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ്. കാലേ മൊത്തം നീര്, എനിക്ക് ചെരുപ്പിടാൻ പറ്റുന്നില്ല. മിസ് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, കാല് നീരാണ്, നടക്കാൻ പറ്റുന്നില്ല. അമ്മയുടെ ചെരുപ്പൊക്കെ എടുത്തിട്ട് ഞാൻ വന്നു. ബസ്സിനാണ് വന്നത്, കാല് താഴെ ഇട്ടാണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ നീര് കൂടും, എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. മിസ് പറഞ്ഞു, ഞാൻ പിടിച്ചിറക്കാം, അകത്ത് കയറി ഇരിക്കാം നമുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഡാർലി മിസ് എന്നെ ആൾത്താരുടെ അകത്ത് കൊണ്ടുവന്ന് ഇരുന്ന് ഞാൻ കാല് നീട്ടുമ്പോൾ എൻ്റെ കാലിൽ നീരില്ല. എനിക്ക് ആകെ അതിശയം, ഞാനിവിടെ വന്ന് കാല് കുത്തിയുള്ളൂ, എൻ്റെ നീരെവിടെ പോയി? കാല് നീര് കൂടേണ്ട സമയമാണ്, പക്ഷെ നീരില്ല. എന്താ മാതാവേ, ഉടനടി പരിഹാരമോ, ഉടനടി അതിശയമോ? എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. മിസ്സേ എൻ്റെ കാല് നീരില്ല, എവിടെ പോയെന്ന് എനിക്കറിയില്ല, എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ മിസ്സ് പറഞ്ഞു, ആദ്യമായിട്ട് ഉടമ്പടി എടുക്കണ ആൾ 2ാമത്തെ നിലയിൽ കയറണം, ഇതിയൊക്കെ കയറാൻ പറ്റുമോ? എനിക്കറിയില്ല മിസ്സേ, 1 നില കയറിയ ശ്വാസം മുട്ടും, എനിക്ക് 2 നില കയറാൻ പറ്റുമോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. മിസ്സ് പറഞ്ഞു, ഞാൻ പയ്യെ കയറ്റാം, നമുക്ക് നിന്ന് കയറാമെന്ന് പറഞ്ഞു. ഞാൻ 2 നില എങ്ങനെ കയറുമെന്ന് എനിക്കറിയില്ല. ഞാൻ എവിടെയും നിന്നില്ല, ഒറ്റയടിക്ക് 2 നില കയറി. എനിക്ക് അവിടെ എത്തിയിട്ട് ശ്വാസം മുട്ടുമൊക്കെ, അതൊക്കെ ഒന്നും ചെയ്തില്ല. മിസ്സ് ശ്വാസം ഇങ്ങനെ പറഞ്ഞ് വലിക്കുക, പക്ഷെ എനിക്ക് ഒന്നുമില്ല. മിസ്സേ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ 2 നില ഓടിക്കയറി, എനിക്കൊന്നുമില്ല. ഇത്രയും പെട്ടെന്ന് അതിശയം വരുമോ മാതാവിൻ്റെ എന്നറിയില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു, വീട്ടിൽ വന്നിട്ട് ഞാൻ ഉടമ്പടി കാശ് രൂപം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഡ്രസ്സിൽ കുത്തിവെച്ചു, കിടന്നു. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് മാറിയപ്പോൾ കാശ് രൂപം മറന്നു. അപ്പോൾ റൂമിൽ ഭയങ്കര ശബ്ദം കേൾക്കുകയാണ്, മിക്സി അടിക്കുന്ന പോലെ ശബ്ദം. ഈ വെളുപ്പിന് ആരാ മിക്സി അടിക്കുന്നത്? ഞാൻ ജനലൊക്കെ തുറന്ന് നോക്കി, താഴെ പോയി നോക്കി, ആരുമില്ല. ആ ശബ്ദം എൻ്റെ കാതിൽ തുളച്ച് കയറുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് കാശ് രൂപം താഴെ കിടക്കുന്നു എൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ. ഞാൻ മറന്നൂലേ, അങ്ങനെ എടുത്ത് കുത്തി. അപ്പോഴത്തേനും ആ ശബ്ദം നിന്നു. അപ്പോൾ ഞാൻ ഓർത്തു, അത് മാതാവിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരുന്നോ ആ ശബ്ദം വന്നത്? അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസമായി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കിങ്ങനെ രാവിലെ എഴുന്നേറ്റ് ശീലമൊന്നുമില്ല, ഞാൻ എന്തായാലും 5:30 എഴുന്നേക്കാൻ, മാതാവിനെ ഒന്ന് വിളിച്ചേക്കണേ, ഞാൻ കിടക്കുകയാണെന്ന് പറഞ്ഞ് കിടന്നു. പിറ്റേ ദിവസം രാവിലെ, ദിയേ എഴുന്നേക്ക് പ്രാർത്ഥന അല്ലണ്ടേന്ന് പറഞ്ഞു. എൻ്റെ അമ്മയുടെ ശബ്ദം, എൻ്റെ സ്വന്തം അമ്മയുടെ ശബ്ദമാണ് കേൾക്കണേ. ഞാൻ ചാടി എഴുന്നേറ്റു. അമ്മേനെ കാണുന്നില്ല. ഞാൻ താഴെ പോയി നോക്കി, അപ്പം അമ്മ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം ഞാൻ ഓക്കെ, മമ്മ എന്നെ വിളിച്ചിട്ട് കിടന്നായിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥനയൊക്കെ ചൊല്ലി എല്ലാം കഴിഞ്ഞ് താഴെ പോയി. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്നെ വിളിച്ചിട്ട് ഓടി വന്ന് കിടന്നോ എന്ന് ചോദിച്ചു. ഇല്ലല്ലോ, ഞാൻ വന്നില്ല, ഞാൻ നിൻ്റെ റൂമിലോട്ട് വന്നില്ലല്ലോ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കേട്ടത് മാതാവിൻ്റെ ശബ്ദമായിരുന്നു. മാതാവാണോ എന്നെ വന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചത്? അതിൽ പിന്നെ എൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരിക്കലും മാറ്റിയിട്ടില്ല. പ്രാർത്ഥന ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. അങ്ങനെ എൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഡേറ്റായി. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ മാതാവിന് സമർപ്പിച്ച്, മാതാവേ എനിക്ക് തിരിച്ചു വരണം, എൻ്റെ മക്കളുടെ കൂടെ എനിക്ക് ജീവിക്കണം, എനിക്ക് കൊതി തീർന്നിട്ടില്ല മാതാവേ ജീവിച്ച് എന്ന് പറഞ്ഞു. ഞാൻ ട്രാൻസ്പ്ലാന്റേഷന് പോവാണ്. കയ്യിൽ പൈസയൊന്നുമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്കിനി താലിമാല വിൽക്കേണ്ടി വരുമോ മാതാവേ എന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ കയറി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എല്ലാം കഴിഞ്ഞപ്പോൾ
എനിക്ക് പൈസ എവിടെ നിന്ന് വന്നേന്ന് പോലെ എനിക്കറിയില്ല. അവർ ഓരോ പ്രാവശ്യം ഇത്ര അടക്കും എന്ന് പറയുമ്പോൾ ലക്ഷങ്ങൾ എൻ്റെ അക്കൗണ്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പരിചയമില്ലാത്ത ആൾക്കാർ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കയ്യിൽ കുറേ പേര് തരുന്നു, ഹോസ്പിറ്റലിൽ തരുന്നു. അവിടെ കയറുമ്പോഴും അങ്ങനെ ആ റൂമിലൊന്നും കയറ്റാൻ പാടില്ല. അങ്ങനത്തെ ഒരു റൂമായിരുന്നു. ആ റൂമിൽ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ മാതാവിൻ്റെ രൂപം കയറ്റണം, ഉപ്പ് കയറ്റണം, അത് മാത്രം എനിക്ക് കയറ്റിയാൽ മതി, വേറെ ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മാതാവിൻ്റെ രൂപവും ഉപ്പും ഞാൻ ആ റൂമിൽ വെച്ചു. എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത നിമിഷം, എനിക്ക് വെള്ളം പോലെ ഇറക്കാൻ പറ്റുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടായ സുഹൃത്തായിരുന്നു, അവൾ മാതാവിൻ്റെ 5 മണിക്കത്തുള്ള ഡെയിലി ബ്രെഡ് ഡെയിലി കേൾപ്പിച്ച് തരും. അത് കേൾക്കും ഒക്കെ. ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ മാതാവിൻ്റെ ഉപ്പിട്ട വെള്ളം വായിക്കൊണ്ടു. ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ പോയാൽ ഭക്ഷണം കഴിക്കാണ്ട് പോയ റീക്കവറി ചാൻസ് കുറവാണ്, പെട്ടെന്ന് റീക്കവർ ആവില്ല, ഭക്ഷണം കഴിക്കണം, ഇല്ലെങ്കിൽ ഒന്നും കൂടി ടയേർഡ് ആവും എന്ന് പറഞ്ഞു. മാതാവിൻ്റെ ഉപ്പിട്ട് 2 ദിവസം വായ കൊണ്ടപ്പോൾ 3-ാം ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചു. ഡോക്ടർ പറഞ്ഞു ഇനി നമ്മൾ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടാവും, ഇനി പെട്ടെന്ന് റിക്കവർ ആയിക്കോളും, സാരില്ല, കുഴപ്പമില്ല, ഭക്ഷണം കഴിച്ച് തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞു. മാതാവിന് ഒരുപാട് സ്തുതി പറഞ്ഞു. ഞാൻ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ആരുമില്ല എൻ്റെ കൂടെ, എനിക്ക് ഒപ്പം ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഒരു റൂമിൽ, എൻ്റെ മക്കളെ കാണാൻ പറ്റുന്നില്ല, വീട്ടുകാരെ കാണാൻ പറ്റുന്നില്ല. ഞാൻ ആ റൂമിൽ അടഞ്ഞിരിക്കുകയാണ്. എൻ്റെ മാതാവ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു ദിവസമെങ്കിലും എനിക്ക് ഉറങ്ങണം മാതാവേ സമാധാനത്തോടെ. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല മാതാവേ, എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ഞാൻ കണ്ണ് പയ്യെ തുറന്നപ്പോൾ എൻ്റെ വാതിലിൻ്റെ അവിടെ ഈ ഗ്രേ കളറിലുള്ള മാതാവ് നിൽക്കുകയാണ്. അപ്പം ഞാനോർത്തു ലൈറ്റ് അടിക്കുന്നതാണോ ജനലിൽ നിന്ന് കർട്ടനൊക്കെ ഇത് മാറിക്കിടക്കുന്നുണ്ടോ നോക്കി. കർട്ടനൊന്നും മാറിയിട്ടില്ല, മാതാവ് അവിടെ നിൽക്കുകയാണ്. ഞാൻ കണ്ണൊന്നും കൂടി ചിമ്മി നോക്കി, മാതാവ് തന്നെയാണോ നോക്കി. മാതാവ്. അപ്പം എനിക്ക് മാതാവ് ഉണ്ടല്ലേ കൂടെ, അപ്പം എനിക്കിനി പേടിക്കണ്ട, എൻ്റെ മക്കളെയൊക്കെ നോക്കിക്കോളും, എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങി. അങ്ങനെ ഇന്ന് എൻ്റെ എല്ലാ ടെസ്റ്റുകളും നെഗറ്റീവാണ്. എനിക്ക് ഒരു ടെസ്റ്റ് പോലും പോസിറ്റീവായിട്ടില്ല. ഓരോ ടെസ്റ്റിന് പോകുമ്പോഴും ഞാൻ തൈലം കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലും. ഞാനൊരു അക്രൈസ്തവയാണ്. എനിക്ക് വിശ്വാസ പ്രമാണമോ ജപമാലയോ ഒന്നും അറിയില്ല, ബൈബിൾ അറിയില്ല. അന്നിവിടെ വന്നപ്പോൾ ഇവിടെ നിന്നൊരു ജപമാലയുടെ ബുക്ക് മിസ് വാങ്ങി തന്നു. ഇതുവരെ ഞാൻ മുടങ്ങാണ്ട് എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നുണ്ട്, ബൈബിൾ അരമണിക്കൂർ വായിക്കുന്നുണ്ട്. ആദ്യമൊന്നും ബൈബിൾ വായിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ലായിരുന്നു. പിന്നെ ഓൺലൈൻ യോസി ബൈബിൾ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതും കേൾക്കും, ഒപ്പം ബൈബിളും വായിച്ച്. ഇപ്പം ഞാൻ 2 പ്രാവശ്യം പുതിയ നിയമം വായിച്ചു കഴിഞ്ഞു. എനിക്ക് ഈശോനോട് കൂടുതൽ അടുക്കാൻ സാധിച്ചു. അങ്ങനെ എൻ്റെ ടെസ്റ്റുകളെല്ലാം ഇപ്പോൾ നെഗറ്റീവായി. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ മാതാവുണ്ട് എന്നുള്ള അനുഗ്രഹം എനിക്ക് തന്നു. എൻ്റെ 2ാമത്തെ സാക്ഷ്യം, ഞാൻ 3 മാസം ലീവാണ് പറഞ്ഞിരുന്നത് ഓഫീസിൽ. ഞാൻ ഇൻഫോ പാർക്കിൽ ജോലി എടുക്കുകയാണ്. 3 മാസം 4 മാസമായി. 4 മാസമായപ്പോൾ ജോലി പോകും എന്നുള്ള അവസ്ഥയായി. എനിക്ക് ജോലി ഇല്ലാണ്ട് പറ്റില്ല. മാതാവേ എനിക്ക് ജോലി ഇല്ലാണ്ട് പറ്റില്ല മാതാവേ, എൻ്റെ മക്കളെ നോക്കണം മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ മുട്ടുകുത്തിയിരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ പ്രാർത്ഥിച്ചു. ഓഫീസിൽ നിന്ന് അപ്പോൾ കോള് വരാണ്, ദിയ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വന്നാൽ ദിയക്ക് തിരിച്ചു കയറാം, കുഴപ്പമില്ല, ഞങ്ങൾ സംസാരിച്ചു, കുഴപ്പമില്ല. മാതാവിന് ഒരുപാട് സ്തുതി പറഞ്ഞ് തിരിച്ച് ആ ജോലിയിൽ കയറി. ഇപ്പോൾ അവിടെ ആരെന്ത് പ്രശ്നം വന്നാൽ അവരെല്ലാം ഓടി എൻ്റെ അടുത്ത് വരും, ദിയേ മാതാവിനോടൊന്ന് പറഞ്ഞേക്കണേ, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്കണേ എന്ന് പറയും. ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാം സാധിച്ചു തരുന്നുണ്ട് മാതാവ്. എല്ലാവരും ഇപ്പോൾ ഓഫീസിലുള്ള എല്ലാവർക്കും മാതാവിൽ വിശ്വാസമാണ്. അവരെല്ലാവരും ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കും. അവർക്കുണ്ടായ സാക്ഷ്യങ്ങൾ പറയാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. ഇനി എൻ്റെ കാരുണ്യ പ്രവർത്തികൾ. ഞാൻ ആദ്യമൊക്കെ കാരുണ്യ പ്രവർത്തിയായിട്ട് ഡെയിലി ഞാൻ ചോറ് കിട്ടുമ്പോൾ ഒരു പൊതി ചോറ് എക്സ്ട്രാ എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അപ്പോൾ അതെനിക്ക് പോരാന്ന് തോന്നി. ഓരോ ഉടമ്പടി പുതുക്കുമ്പോൾ അത് പോരാന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ എനിക്കങ്ങനെ ബൾക്കായിട്ട് ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ലായിരുന്നു. എന്നാലിപ്പോൾ മാസത്തിലൊരിക്കൽ ഞാൻ 10-25 പേർക്കുള്ള പൊതിച്ചോറ് കെട്ടും. ആ പൊതിച്ചോറിൻ്റെ കൂടെ ബെഡ്ഷീറ്റ്, മുണ്ട്, ഷർട്ട്, നൈറ്റിയൊക്കെ വാങ്ങി റോട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് നടന്ന് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ ആൾക്കാർക്ക് ചോറെത്തിക്കാൻ തുടങ്ങി. പിന്നെ കളമശ്ശേരിയിലുള്ള ഒരു വൃദ്ധസദനം അവിടെ സന്ദർശിക്കുക, അവർക്ക് ഒരു ദിവസത്തുള്ള എല്ലാ ഭക്ഷണവും അവർക്ക് വെച്ച് കൊടുക്കുകയും എല്ലാം ചെയ്യുന്നു. അങ്ങനെ എന്നാൽ കഴിയുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. പൈസ ഇല്ലാണ്ട് ഓൺലൈനും എല്ലായിടത്തും കാണുന്ന ചികിത്സാ സഹായം ചോദിച്ചു വന്നവർക്ക് എല്ലാവർക്കും എന്നാൽ കഴിയുന്ന തുക ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. എല്ലാ മാസവും ഞാൻ ഇവിടെ വന്ന് മുടങ്ങാണ്ട് പത്രം വാങ്ങും. ആ പത്രങ്ങളെല്ലാം ഞാൻ എൻ്റെ അനുഗ്രഹം പറഞ്ഞ് നടന്ന് കൊടുക്കാൻ തുടങ്ങി. ക്യാൻസർ വാർഡിലൊക്കെ സന്ദർശിച്ച് നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട, എനിക്ക് മാതാവ് രക്ഷ നൽകിയെങ്കിൽ നിങ്ങൾക്കും രക്ഷ നൽകുമെന്ന് പറഞ്ഞ് കൊടുക്കാൻ തുടങ്ങി. എല്ലാവർക്കും പത്രങ്ങൾ എത്തിക്കും. ഞാൻ ഒരു പ്രാവശ്യം പോയ സ്ഥലത്ത് ഞാൻ പിന്നീട് പോകത്തില്ല. ഇതറിയാത്ത ആൾക്കാർക്കും കൃപാസനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്കും എല്ലാം പത്രങ്ങൾ എത്തിക്കും. ഇപ്പോൾ ഹിന്ദി പത്രമെല്ലാം, കാരണം ഓഫീസിൽ കൂടുതൽ ഹിന്ദിക്കാരാണ്, അപ്പോൾ അതുകൊണ്ട് ഹിന്ദി പത്രങ്ങളെല്ലാം വാങ്ങുന്നുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ് ഞാൻ ഡെയിലി മുടങ്ങാണ്ട് കാണും. ധ്യാനം
അവിടെങ്ങാണ്ട് അച്ഛൻ്റെ അതേ സമയം അച്ഛൻ ധ്യാനം കൂടുന്ന സമയത്ത് എനിക്ക് കൂടാൻ പറ്റിയില്ലെങ്കിൽ അതിന് ശേഷം ഞാൻ ധ്യാനം കൂടും. മുടങ്ങാണ്ട് അത് കൂടാൻ തുടങ്ങി. അതുപോലെ സാക്ഷ്യങ്ങൾ, പണ്ടൊക്കെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ചെവിയിൽ 2 ചെവിയിലും പാട്ടൊക്കെ വെച്ചിട്ടാണ് പോണേ. ഇപ്പം ഞാൻ പാട്ട് കേൾക്കാറില്ല, പകരം ഞാൻ സാക്ഷ്യമാണ് കേൾക്കണേ. ഡെയിലി 6, 7 സാക്ഷ്യങ്ങൾ കേൾക്കും. എനിക്കത് യോജിച്ച ആൾക്കാർക്ക് ആ സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് ആരുടെ മുഖമാണ് ഓർമ്മ വരുന്നത്, അവർക്ക് ഞാൻ ഷെയർ ചെയ്യും. അങ്ങനെ എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. എനിക്കറിയാം ക്യാൻസർ എന്നുള്ള അസുഖം ചികിത്സിച്ചാൽ ചിലപ്പോൾ മാറുമായിരിക്കാം. പക്ഷേ അതിനെല്ലാത്തിനും വലുത് ഒരു ധൈര്യം. അതായത് തീർന്നു എന്ന ദിവസം നമുക്ക് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ മരിച്ചു പോവും, നമുക്കൊരു രക്ഷയില്ല. പക്ഷേ അതിന് നേരിടാനുള്ള ധൈര്യം എനിക്ക് തന്നത് എൻ്റെ മാതാവാണ്. അതെങ്ങനെ ഓരോ നിമിഷവും മാതാവ് കൂടെ ഉണ്ട് എന്ന് എന്നെ കാണിച്ച് ഞാൻ ജീവിതം തീർന്നു, എനിക്ക് ആരുമില്ല എന്ന് തീർന്ന നിമിഷം പോലും എനിക്ക് മാതാവ് ധൈര്യം തന്നു നേരിടാൻ. എൻ്റെ ഈശോപ്പൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ട്. ഇനി എനിക്ക് ജീവിക്കാൻ പേടിയില്ല. എനിക്ക് എൻ്റെ മക്കൾക്കും എല്ലാവർക്കും എൻ്റെ മാതാവ് എന്നെ തിരിച്ചു നൽകി. അങ്ങനെ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി. ഇനി എപ്പോഴും എൻ്റെ ജീവിതം അവസാനിക്കുന്ന വരെ ഉടമ്പടിയിലായിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. മാതാവിന് ഈശോപ്പൊക്കെ ഒരുപാട് നന്ദി. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കും, നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 15-ാം വചനമാണ്. ഞാൻ നിന്നോട് കൂടി ഉണ്ടാകും, നീ പോകുന്ന എല്ലായിടത്തും, നമ്മൾ പോകുന്ന വഴിയെ എല്ലായിടത്തും നമ്മുടെ കൂടെയുള്ള ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ സാക്ഷികളിൽ നാം കേൾക്കുന്നത്. പരിശുദ്ധ അമ്മ, കൃപാസന അമ്മയും കൂടെ ഇരിക്കുന്ന ഒരമ്മയാണ്. കൃപാസനം സാന്നിധ്യത്തിൻ്റെ ഒരു അനുഭവ സ്ഥലമാണ്. ഇവിടെ എത്തുന്ന ഓരോരുത്തരും ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുകയും ഇവിടെ വരുമ്പോഴുള്ള അവസ്ഥയിലല്ല അവൾ തിരികെ പോകുന്നത്. കണ്ണുനീരോടെ വരുന്ന മനുഷ്യരുടെ ഓരോരുത്തരുടെ കണ്ണുനീര് തുടച്ച് അവരെ സന്തോഷവരാക്കി ആണ് അമ്മ തിരിച്ചയക്കുന്നത്. ദിയ ശിവദാസൻ എന്ന മകളുടെ സാക്ഷ്യത്തിലും ബോൺമാരോ ക്യാൻസർ എന്ന രോഗവുമായിട്ടാണ് ദിയ ശിവദാസൻ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ആദ്യമായി എത്തുന്നത്. സ്വന്തം മക്കളെ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് പോകാനായിട്ട് കണ്ണീരോടെ പോകാനായിട്ട് ടീച്ചേഴ്സിനെ കാണാൻ പോയപ്പോൾ അടുത്തിരുന്ന ഒരു ടീച്ചർ കേൾക്കുകയും ഈ മകളെ പെട്ടെന്ന് കൃപാസനത്തിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു. വളരെ പ്രയാസകരമായ സമയമാണ്. കാല് മുഴുവൻ നീര് വെച്ചു, വേദനയുണ്ട്. അസഹനീയമായ വേദന സഹിച്ചുകൊണ്ടാണ് ഒരു തരത്തിൽ എറണാകുളത്തു നിന്ന് ഇവിടം വരെ എത്തിയത്. ഇവിടെ വരികയും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നിരിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ആ നിമിഷം തന്നെയാണ് ആ മകൾക്ക് ആ കാലിൻ്റെ അസുഖം മാറിയത്. കാലിൻ്റെ വേദന മാറി. പിന്നീട് ആ സ്റ്റെപ്പെല്ലാം കയറി ഉടമ്പടി എടുക്കാൻ സാധിക്കുകയും ചെയ്തത്. സാധാരണ ക്യാൻസർ എന്ന രോഗം കേൾക്കുമ്പോൾ നമുക്കെല്ലാം ഭയമാണ്. പക്ഷെങ്കിൽ ഇവിടെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് വളരെ പ്രയാസപ്പെട്ടാണ് വന്നതെങ്കിലും അമ്മ ധൈര്യം കൊടുക്കുകയായിരുന്നു. അമ്മ പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം നിന്നെ ഞാൻ കാത്തു രക്ഷിക്കുമെന്നാണ് ഉടമ്പടി മക്കൾക്കുള്ള ഒരു വാഗ്ദാനം. ആ വാഗ്ദാനത്തിൽ ഉറച്ച് ശിവദാസൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് വന്ന ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടലും ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ സംരക്ഷണവും ഈ മകൾക്ക് അനുഭവിക്കാൻ സാധിച്ചത്. ട്രീറ്റ്മെൻ്റ് എല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ നടന്നു. പക്ഷേങ്കിൽ ട്രീറ്റ്മെൻറ്റുള്ള എക്സ്പെൻസ് അത് വളരെ വളരെ യാദൃശ്ചികമാണ്. വളരെ വിചാരിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ആ എമൗണ്ട് എല്ലാം വന്നത്. കാരണം ട്രീറ്റ്മെൻറ്റ് കാര്യത്തിൽ വന്നപ്പോൾ സ്വന്തം താലിയും മാല പോലും പോകുമോ എന്ന ഭയത്തിലിരുന്നപ്പോഴാണ് എവിടെ നിന്നറിയില്ല, എങ്ങനെയെന്നറിയില്ല, അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് തന്നെ ലക്ഷങ്ങളോളം രൂപകളാണ് അക്കൗണ്ടിലേക്ക് വന്നത്. പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുകയും സ്വന്തം വീട്ടിലേക്ക് സ്വന്തം മക്കളുടെ കൂടെ ഭർത്താവിൻ്റെ കൂടെ തിരിച്ചൊരു നല്ല പുതിയ ജീവിതം നൽകി ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ആലയത്തിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കാതെ അമ്മ വിടാറില്ല. ഈ മകളുടെ കാര്യവും അതുപോലെ തന്നെയായിരുന്നു. ആരും കൂടെയില്ല എന്ന നിമിഷത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പല രീതിയിലാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അമ്മയുടെ പ്രസൻസാണ്, അമ്മയുടെ സാന്നിധ്യമാണ് വളരെ ക്ലിയറായിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ മകൾക്ക് കാണുവാൻ സാധിച്ചത്. സ്വന്തം മക്കളെ പറ്റി വിലപിച്ച് സങ്കടപ്പെട്ടിരുന്നപ്പോൾ അമ്മ തന്നെ പ്രത്യക്ഷപ്പെട്ട് അമ്മയുടെ സാന്നിധ്യത്തിൽ കണ്ടുകൊണ്ട് തന്നെ പറഞ്ഞു, മോളെ പേടിക്കേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന്.
പിന്നീട് ജോലിയുടെ കാര്യവും അതുപോലെ തന്നെ നഷ്ടപ്പെട്ട ജോലി അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തിരിച്ചു കിട്ടുകയാണ്. ഇവിടെയും പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ ഒരു വലിയ ഇടപെടലാണ് ഈ മകളുടെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിലും നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നൊരാശ്വാസമാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിലായിരിക്കുമ്പോൾ ജീവിതം മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യമാണ് ലഭിക്കുന്നത്. എന്ത് രോഗമായാലും, ഏത് പ്രതിസന്ധികളായാലും, ഏത് സാമ്പത്തിക ബുദ്ധിമുട്ടായാലും ദൈവം എൻ്റെ കൂടെയുണ്ട്, എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ അമ്മയുണ്ട് എൻ്റെ കൂടെ എന്നുള്ളൊരു ആത്മധൈര്യമാണ് ഉടമ്പടി മക്കൾക്ക് കിട്ടുന്നത്. പരിശുദ്ധ അമ്മയാണ് നമ്മെ ഈ ധൈര്യത്തിലേക്ക് കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ജീവിതം ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായം 13 വചനമാണ്. ആശ്വാസവും ധൈര്യവും നൽകുന്ന, വാഗ്ദാനത്തിൻ്റെ വചനം നൽകുന്ന ഈ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ദിയ ശിവദാസിനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ രോഗസൗഖ്യത്തിന് ഈശോയ്ക്കും അമ്മയ്ക്കും കരങ്ങളടിച്ച് നമുക്ക് നന്ദി. സാക്ഷിയാക്കിയ എന്നെ, എൻ്റെ കുടുംബത്തെ സാക്ഷിയാക്കിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് ചിപ്പി ജോയ്സ്. ഞാൻ തൊടുപുഴ സെൻറ്റ് സെബാസ്റ്റ്യൻ ഫൊറോന പള്ളിയിലെ ഇടവക അംഗമാണ്. ഞാൻ 2024 ഡിസംബർ 14 ആദ്യ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ മമ്മി പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവിടെ വന്നു, ഉടമ്പടി എടുത്ത ആ നിമിഷം മുതൽ ഈ അമ്മ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഭവനത്തിൽ വന്നു എന്നതിന് ഒത്തിരി തെളിവുകൾ ആ വണ്ടി ഓടുന്ന സമയം മുതൽ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയിലായി, വീട്ടിൽ ചെന്ന് പ്രാർത്ഥനയിലായി, സഹനങ്ങൾ തന്നു. ഓരോ ദിവസവും അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അമ്മ ഇപ്പോഴും എനിക്ക് സഹനങ്ങൾ തരുന്നുണ്ടല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കെ മാർച്ച് മാസം എൻ്റെ ഹസ്ബൻഡിൻ്റെയും എനിക്ക് 2 മക്കളാണ്. എൻ്റെ രണ്ടാമത്തെ മകൻ്റെയും ജന്മദിനം ഒരേ മാസം 6-നും 8-നുമാണ്. മാർച്ച് 6-ഉം മാർച്ച് 8-ഉമാണ്. അങ്ങനെ ഇരിക്കുക ഹസ്ബൻഡിൻ്റെ പിറന്നാൾ തലേന്ന് ഒരു 12 മണി ആയപ്പോൾ എനിക്ക് മനസ്സും ശരീരവും അസ്വസ്ഥമാകുന്നു. എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഈ ഭവനത്തിൽ ആരോ വന്നു എന്ന്. പക്ഷേ ആരെയും കാണാനില്ല. എനിക്ക് ഉറക്കമില്ല. എൻ്റെ മക്കൾ തറവാട്ടിലാണ്, ഹസ്ബൻഡിൻ്റെ തറവാട്ടിലാണ്. ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ 12 മണിയായപ്പോൾ എൻ്റെ ബെഡിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ എൻ്റെ പുറകിൽ നിൽക്കുന്ന എൻ്റെ അമ്മ ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെ അടുത്ത് വന്ന് നിന്നു. അത്ര എനിക്കറിയാം. അത് കഴിഞ്ഞ് ഞാൻ കിടന്നു ഉറങ്ങി. ഞാൻ ഹസ്ബൻഡ് ജോലിക്ക് പോയി രാവിലെ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ 5:30 എന്നെ വിളിക്കണം. കാരണം ഫോൺ എനിക്ക് അന്നില്ലായിരുന്നു. എൻ്റെ ക്ലോക്കിൻ്റെ സമയം നോക്കി വേണം ഞാൻ എഴുന്നേൽക്കാൻ. അമ്മയോട് ഞാൻ പറഞ്ഞു 5:30 എന്നെ വിളിക്കണം, പ്രാർത്ഥിക്കേണ്ടതാണ് എനിക്ക്. ഞാൻ കിടന്നു. ഒരു 5-10 മിനിറ്റ് ഉള്ളപ്പോൾ എടി ചിപ്പിയെ എന്ന് എൻ്റെ മമ്മി വിളിക്കുന്നത് പോലൊരു ശബ്ദം. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ്, ഉറക്കച്ചടയിലാണ്. പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മമ്മിയാണോ? അല്ല, മമ്മി ഇല്ല ഇവിടെ. എൻ്റെ നാട് എരുമേലിയാണ്. അപ്പം മമ്മി അല്ല. അപ്പം ഞാൻ അമ്മ എൻ്റെ മമ്മിയുടെ ശബ്ദത്തിൽ വന്നു. നോക്കുമ്പോൾ സമയം 5:30 ആകാൻ 10 മിനിറ്റ്. ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനായിട്ട് തിരി തെളിച്ചപ്പോൾ എന്നോട് അമ്മ പറയുക, വാതിൽ തുറക്കെന്ന് പറയുന്നുണ്ട്. ഞാൻ വാതിൽ തുറന്നപ്പോൾ ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം. എൻ്റെ വീട്ടിൽ ഒരു ചെടി പോലും ഇല്ലാത്തതാണ്. മുല്ലപ്പൂവിൻ്റെ ചെടി ഉണ്ടെങ്കിലും വിരിയുന്നില്ല, പൂവൊന്നുമില്ല. പക്ഷേ മുല്ലപ്പൂവിൻ്റെ മണമാണ്. ഞാൻ ആ തിണ്ണയെല്ലാം നോക്കി, പക്ഷെ ആ മുല്ലപ്പൂ ഇല്ല. പിന്നെ എവിടുന്നാണ് ഈ മണം? അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഓടി വന്നത് ജോസഫ് അച്ഛൻ പറയുന്നത്, മുല്ലപ്പൂവിൻ്റെ മണം, അമ്മ വരുമ്പോൾ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ലഭിക്കുമെന്ന്. ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് അമ്മയുടെ അടുത്ത് ചെന്ന്, അമ്മ വന്നോ എൻ്റെ വീട്ടിൽ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ആ സുഗന്ധം അന്നേരം പോയി. പിന്നെ ഞാൻ പ്രാർത്ഥന തുടങ്ങി. എൻ്റെ ഹസ്ബൻഡിന് ആദ്യം ചെറിയൊരു ജോലിയായിരുന്നു. അതിപ്പം ഹസ്ബൻഡ് പാൽ ഫീൽഡിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് 18-ാം വയസ്സ് തൊട്ട്. എൻ്റെ ഹസ്ബൻഡിന് പാൽ ഫീൽഡാണ് എളുപ്പം, ഇഷ്ടം അത് തന്നെയാണ്. അപ്പം ഞാൻ ആദ്യം ഉടമ്പടി വെച്ചപ്പോൾ ആദ്യം പ്രാർത്ഥിച്ചത്, അമ്മേ ആ ഫീൽഡിൽ എൻ്റെ ഹസ്ബൻഡിനൊരു ജോലി തരണേ എന്നാണ്. ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ വിളിച്ച് ഒരു പാൽ ഫീൽഡിലെ ഡ്രൈവറായിട്ട് ജോലി കൊടുത്തു.
അമ്മ തന്ന ആദ്യത്തെ അനുഗ്രഹം അതാണ്. പിന്നെ പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു ദിവസം പ്രാർത്ഥനയിൽ അമ്മ പച്ചത്തിരിയിൽ എനിക്ക് ഈ രൂപം തന്നെ തെളിഞ്ഞു നിന്നു. അപ്പോഴും എനിക്ക് അമ്മ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ ഭയപ്പെടേണ്ട, നിന്നെ എന്ത് വന്നെന്നാലും നീ കരയാൻ പാടില്ല, എൻ്റെ മനസ്സുകൊണ്ട് പറയുന്നുണ്ട്. ഞാൻ എന്നെ പറ്റുന്ന രീതി പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് തരുന്ന സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ എനിക്ക് ബ്ലഡിൽ HB കുറവായിരുന്നു. എല്ലാവർക്കും HB 12-13 വേണ്ടത്. എനിക്ക് 9, 8 അങ്ങനെ താന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രാർത്ഥനയുണ്ട്, ക്ഷീണമാണ്, ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അതുപോലെ ടെസ്റ്റിനെല്ലാം 14,000 രൂപയാണ്. അപ്പം ഞാൻ അമ്മയോട് പറയും, അമ്മേ എൻ്റെ ഹസ്ബൻഡ് തന്നെ വേണം ഇതൊക്കെ ചെയ്യാൻ. അമ്മ തരുന്ന സാധനം ഞാൻ ഇരുകൈകൊണ്ട് മേടിക്കാം, പക്ഷേ എൻ്റെ ഹസ്ബൻഡിനെ ബുദ്ധിമുട്ടിക്കരുതേ. ലാസ്റ്റ് ടെസ്റ്റ് നടത്തി റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളുടെ ഒരു കസിൻ ചേച്ചിയോട് ഈ റിസൾട്ട് അയച്ചു കൊടുത്തപ്പം ചേച്ചി പറഞ്ഞു, ഇത് ഇച്ചിരി ക്രിട്ടിക്കലാണ്, ചിപ്പിയെ പെട്ടെന്ന് ഒന്നെങ്കിൽ മെഡിക്കൽ കോളേജിന് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അടുത്തുള്ള പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോവുക. പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയാൽ ഒരു ബ്ലഡിന് ഇഞ്ചക്ഷന് തന്നെ 14,000 മുകളിലാവും. ഞങ്ങളെയും കൊണ്ട് അത് പറ്റില്ല. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും തീരുമാനിച്ചു. ഹസ്ബൻഡിനൊന്ന് പേടി വന്നു. ഹസ്ബൻഡ് പറഞ്ഞു, നീ മെഡിക്കൽ കോളേജിന് ചെല്ല്, നമുക്ക് ടെസ്റ്റ് ചെയ്യാം, എന്നാ വേണമെന്നാലും പോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മയാണ് എൻ്റെ മുന്നേ പോകേണ്ടത്, അല്ലാതെ വേറെ ആരുമല്ല, എനിക്ക് അമ്മയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ മെഡിക്കൽ കോളേജിന് പോകുന്നതിന് തലേന്ന് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആശുപത്രി ടെസ്റ്റെല്ലാം നടത്തി റിസൾട്ടും കൊണ്ട് മെഡിക്കൽ കോളേജിന് പോകാൻ തീരുമാനിച്ചു. തിരിച്ചു വരുന്ന വഴി ഈ അമ്മയുടെ രൂപമുള്ള ഒരു ചേച്ചി, അമ്മയുടെ അതേ പൊക്കമുള്ള, തലയിലൊരു കെട്ടുണ്ട്, എളിയിലൊരു കുഞ്ഞുണ്ട്. ഈ ചേച്ചി ഞങ്ങൾ വരുന്നത് കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്. ഭിക്ഷ യാചിക്കുന്ന ആൾക്കാരെ പോലെയാണ് ആൾ വരുന്നത്. പക്ഷെ ചിരിയാണ്, സങ്കടമൊന്നുമല്ല, ചിരി മാത്രമാണ്. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും ഇങ്ങനെ ബൈക്കിനും പോവുക. അപ്പം ഞങ്ങൾ ചിരിച്ചു. ഇച്ചിരി മുന്നോട്ട് നടന്നപ്പം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾ പിള്ളേർക്ക് സ്നാക്സ് മേടിച്ച് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു, ഐസ്ക്രീം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എടി ആ ചേച്ചിയും കൊച്ചും പോകുന്നത് കണ്ടില്ലേ, നമുക്കൊരു ഐസ്ക്രീം ആ കുഞ്ഞിന് കൊണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പം ഇതിനു മുമ്പ് ഈ ബ്ലഡ് കുറവാകുന്ന സമയത്ത് എൻ്റെ ഈ കൈകൾ രണ്ടും വെള്ളപ്പാടുകളുണ്ടായിരുന്നു. വെള്ളപ്പാടെന്ന് പറഞ്ഞാൽ എന്നെ ആര് കണ്ടാലും എന്തേലും അതുപോലത്തെ ഒരു വെള്ളപ്പാടായിരുന്നു. വെള്ളപ്പാട് വന്ന് 2 കൈയും എല്ലാവരും ചൊറിഞ്ഞ്, വെയിൽ വരുമ്പോൾ ചൊറിഞ്ഞ് പൊട്ടും, ചോര വരും. എനിക്ക് പറ്റില്ല, അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതും വെച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ഈ ചേച്ചിയെ കണ്ട് ഞങ്ങൾ തിരിച്ച് ഈ കൊച്ചിന് ഒരു ഐസ്ക്രീം കൊടുക്കാനായിട്ട് വണ്ടി തിരിക്കുകയും ഈ ചേച്ചിയും കൊച്ചും ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഇതെന്നാ ഭിക്ഷ യാചിക്കാൻ വരുന്നവർ ചിരിക്കില്ലല്ലോ ഒരിക്കലും, യാചിക്കുമ്പോൾ വിഷമത്തോടെയല്ല യാചിക്കുന്നത്. ഇത് ആ ചേച്ചിയുടെ ചിരി കാണുമ്പോഴേ അറിയാം എന്തോ വലിയ ചൈതന്യമുള്ളതുപോലെയാണ്. ഞാൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയും ആ ചേച്ചി എൻ്റെ ഈ തോളെ കൂടെ കൈ ഉരസി വിട്ടു. ആ നിമിഷം എൻ്റെ കയ്യിൽ കൂടെ ഒരു മിന്നൽ, വേറൊന്നും എനിക്കത്. അപ്പം ഇതെന്നാ എൻ്റെ കയ്യെ വന്ന് പെട്ടെന്ന്, നമ്മൾ ഈ യാചകർ ഇത്രയും ഗ്യാപ്പിട്ടല്ലേ നിൽക്ക്, പക്ഷെ എൻ്റെ അടുത്ത് വന്ന് എന്നെ തൊട്ടു. ഈ കുഞ്ഞ് എന്നെ തന്നെ നോക്കുന്നു. ഈ കുഞ്ഞിട്ടേക്കുന്ന വസ്ത്രത്തിൻ്റെ കളറ് നമ്മൾ രാവിലെ 5:30 ചൊല്ലുമ്പോൾ കത്തിക്കുന്ന തിരിയുടെ കളറാണ്, കരിനീല കളറ്. ഈ കുഞ്ഞെന്നെ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ഐസ്ക്രീം കൊടുത്തു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, പൈസ വല്ലതും ഉണ്ടോ, ഇന്നൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് പൈസ എടുത്ത് കൊടുത്തു, വഴി പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ ബൈക്കേ കയറി. ഞങ്ങൾ പോകുന്നവരെ ആ കുഞ്ഞ് തിരിഞ്ഞ് എന്നെ തന്നെ നോക്കുക. അപ്പം ഞാൻ സന്ധ്യയായപ്പോഴും ഞാൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു, എന്നെ മാതാവും ഈശോയും കാണാൻ വന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും പറഞ്ഞു, എൻ്റെ ഫാമിലി എല്ലാവരോടും പറഞ്ഞു, മാതാവ് എന്നെ കാണാൻ വന്നു, എനിക്ക് ഉറപ്പാണ് എൻ്റെ അസുഖം മാറും എന്ന്. ഞങ്ങൾ പിറ്റേന്ന് മെഡിക്കൽ കോളേജിന് പോവുക, ഞാനും എൻ്റെ മൂത്ത മോളും. ഞങ്ങൾ ബസ്സിൽ കയറിയ സമയത്ത് ബസ് നിറച്ചും ആളാണ്, ഇരിക്കാനിടയില്ല. ഞാൻ എൻ്റെ കുഞ്ഞിനെ കൈ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് നേരെ ഇരിക്കുന്ന ഒരു ചേച്ചി വെള്ള ഉടുപ്പിട്ട്
പച്ച കളർ പൂവുള്ള ചുരിദാറിട്ടാണ് ആ ചേച്ചി ഇരിക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ആ ചേച്ചി എൻ്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോളെ ഞാൻ കോട്ടയം വരെ ഉണ്ട്, കൊച്ചു മടിയിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. കൊച്ചിനെ മടിയിലിരുത്തി തല ചായ്ച്ച് ഉറക്കി എൻ്റെ കുഞ്ഞിനെ. അപ്പോൾ ഈ ജപമാല എൻ്റെ കയ്യിലുണ്ട്. അമ്മേ നീ മുന്നിൽ പോയി എല്ലാം നടത്തണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ബസ്സായിരുന്നു. കോട്ടയത്ത് ചെന്നു. ആ ചേച്ചി ഇറങ്ങിയപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഞാൻ പോവാട്ടോ എന്നേ പറഞ്ഞുള്ളൂ. ഞാൻ ചിരിച്ചു, ആ ചേച്ചിയും ചിരിച്ചു. ഞങ്ങൾ പോയി ചെന്ന ഉടൻ തന്നെ എന്നെ തിരക്കില്ല, പെട്ടെന്ന് എല്ലാം ഡോക്ടർമാരെ എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ ഒന്നും എനിക്ക് ക്ഷീണമൊന്നുമില്ല. അപ്പം ഡോക്ടർ ഈ സിൽവർ ഗ്രേ ചുരിദാറാണ് ഇട്ടേക്കുന്നത്. ഒരു ലേഡി ഡോക്ടറാണ്. എനിക്ക് പറയുമ്പോഴൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ആ ഡോക്ടർ പറഞ്ഞു, മോനെ കൊച്ചേ, നിനക്ക് പൈസ ഉണ്ടെങ്കിൽ ഉള്ള സമയത്ത് ഈ ടെസ്റ്റ് ചെയ്താൽ മതി, നീ ഈ മരുന്ന് മാത്രം കഴിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, കാരണം 18 ടെസ്റ്റ് ഉണ്ട്. 18 ടെസ്റ്റിന് തന്നെ 6 രൂപ അടുത്തേലും വരും. അപ്പം ഞാൻ പറഞ്ഞു, ശരി ഡോക്ടറെ, ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറഞ്ഞു. എല്ലാവർക്കും അറിയാം, കോട്ടയം മെഡിക്കൽ കോളേജിലെ മരുന്ന് അതിൻ്റെ അടുത്ത് മെഡിക്കൽ സ്റ്റോറുകളിലേ കിട്ടുകയുള്ളൂ. അന്ന് ഞാൻ ആ മരുന്നും മേടിക്കാതെ വീട്ടിൽ പോയി. ഞാൻ മരുന്നും കഴിച്ചില്ല. എൻ്റെ ആ അസുഖം ഈ നിമിഷം വരെ വന്നിട്ടില്ല. എന്താന്ന് എനിക്കറിയത്തില്ല. ആ ചേച്ചി എൻ്റെ അടുത്ത് വന്ന നിമിഷം മുതൽ എൻ്റെ അസുഖം പൂർണ്ണമായിട്ടും മാറി. പിന്നീട് എനിക്ക് മാതാവ് പ്രാവിൻ്റെ രൂപത്തിൽ വന്നു. എൻ്റെ കൊച്ചിനെ പനിയായിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഗവൺമെൻറ് ആശുപത്രി പോകുമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ എവിടെയെങ്കിലും പോയാൽ പറയും, അമ്മേ നീ മുൻപേ പോയി എല്ലാ കാര്യവും നടത്തി തരണം എനിക്ക്, എന്നാലേ ഞാൻ വരുള്ളൂ, എനിക്ക് തന്നെ ചെയ്യാനുള്ള ഇതില്ല, അതുകൊണ്ട് നീ ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ എവിടെ പോയാലും ഈ ജപമാല ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ നീ എൻ്റെ കൂടെ ഉണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണം, നീ എനിക്ക് അതിന് തെളിവ് തരണം. ഞാൻ ഇങ്ങനെ ജപമാല ചൊല്ലി മുന്നോട്ട് പൊക്കോണ്ടിരുന്നപ്പോൾ അരമണിക്കൂർ നടക്കെ അമ്മയുടെ കളറുള്ള സിൽവർ ഗ്രേയിലൊരു പ്രാവ് എൻ്റെ മുന്നിൽ വന്നു. അപ്പം ഞാൻ പ്രാവ് എന്നെ ഇങ്ങനെ നോക്കി മേളിലോട്ടിങ്ങനെ പറന്നുയർന്നു. ഞാൻ അന്നേരം എൻ്റെ മനസ്സിൽ പറഞ്ഞത് ഒരു വാക്ക, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, നീ മുന്നോട്ട് നടന്നു എന്നാണ്. അതുപോലെ തന്നെ തിരിയിൽ പൂവായിട്ട് വന്നു, പിന്നെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധങ്ങൾ തന്നു, പല രൂപത്തിൽ അമ്മ എനിക്ക് വന്നു. എൻ്റെ ഹസ്ബൻഡിനൊരു ജോലി കിട്ടി. അതുമാത്രമല്ല, ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പലവരോടും പല സഹായങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു, ആ സമയത്ത് ജോലിയില്ലാഞ്ഞു. അപ്പോൾ ആ നിമിഷം ഞങ്ങളെ തള്ളി പറഞ്ഞവർ, നോ എന്ന് പറഞ്ഞവർ ഇന്ന് എന്നെ വിളിച്ച് പറയുന്നുണ്ട്, ചിപ്പി ഒന്ന് എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എൻ്റെ കൊച്ച് ജോലിക്ക് പോവുക, അല്ലെ എൻ്റെ കൊച്ച് പരീക്ഷയ്ക്ക് പോവുക, നീ ഒന്ന് പ്രാർത്ഥിക്കണേ. ഞങ്ങളോട് സഹായങ്ങൾ ചോദിക്കുന്നു. ഞാനിപ്പോൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെയോ എൻ്റെ ഭർത്താവിൻ്റെയോ കഴിവല്ല, എൻ്റെ പരിശുദ്ധ അമ്മയുടെ കൃപ മാത്രമാണ് ഞങ്ങളെ ഈ മുന്നോട്ട് നയിച്ചത്. ഞാനിപ്പോൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ എന്നെ പറ്റുന്ന രീതി, ഹസ്ബൻഡ് മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ, ഹസ്ബൻഡ് ആണേലും ഞാനാണേലും ഞങ്ങളെ പറ്റുന്ന രീതി സാമ്പത്തികപരമായിട്ട് സഹായിക്കാറുണ്ട്. പിന്നെ ഭക്ഷണം ചോദിച്ച് വരുന്നവർക്ക് സഹായം ചെയ്യാറുണ്ട്. പിന്നെ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാറുണ്ട്. അങ്ങനെ പല സഹായങ്ങൾ സാമ്പത്തികപരമായിട്ടാണ് ഞങ്ങൾ കൂടുതൽ സഹായിക്കുന്നത്. പല കാര്യത്തിലും ഞങ്ങളോട് ചോദിക്കുന്നവരോട് നോ എന്നൊരു വാക്ക് ഞങ്ങളെ കൊണ്ട് അമ്മ പറയിക്കില്ല, നീ മേടിച്ചു കൊടുക്കുക എന്നേ പറയാറുള്ളൂ. അതുമാത്രമല്ല, പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ എന്നെ പറ്റുന്ന രീതിയിൽ അമ്മയെക്കുറിച്ച് എല്ലാവരോടും പറയും, ഉടമ്പടി വന്ന് എടുക്ക്, നിങ്ങൾക്ക് മാതാവ് അടുത്ത് വരും എന്നെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുക. ഞാൻ എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസും, എൻ്റെ 5:30 എന്ന സമയമുണ്ടെങ്കിൽ 5:48 എൻ്റെ വാട്സപ്പിലുള്ള എല്ലാവർക്കും ഞാൻ മെസ്സേജ് ഇടും.
ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ, അച്ഛൻ തരുന്ന ഓരോ ധ്യാനങ്ങൾ എല്ലാവരും എന്നോട് പറയും, ചിപ്പിയുടെ ഞങ്ങൾ വാട്സപ്പ് തുറക്കുമ്പോൾ ചിപ്പിയുടെ മെസ്സേജാണ് ആദ്യം വരുന്നതെന്ന്. കാരണം ഞാൻ എല്ലാവർക്കും ഈ 2026 മുതൽ ഈ നിമിഷം വരെ എനിക്ക് അമ്മ തരുന്ന ഓരോ സന്ദേശവും എനിക്കറിയാവുന്ന എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുക്കും. ഞാൻ നിത്യവും എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് പോകും. പിന്നെ മാസത്തിലൊന്ന് കുമ്പസാരിക്കും. പിന്നെ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന എന്നും ഉണ്ട്. ഞാനും എൻ്റെ മക്കളും ഹസ്ബൻഡും എന്നും കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരും. പിന്നെ രാവിലെ 5:30 ഞാനും മക്കളും മാത്രമേ എഴുന്നേൽക്കാറുള്ളൂ, പ്രാർത്ഥിക്കാറുള്ളൂ. ഹസ്ബൻഡ് വെളുപ്പിനെ പോകും ജോലിക്ക്. പക്ഷെ പ്രാർത്ഥനയിൽ എല്ലാം കൂടുന്ന ഒരു വ്യക്തിയാണ്. എല്ലാം തന്ന മാതാവിന് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞു ഞാൻ നിർത്തുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതു കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം വചനമാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തൊക്കെയായാലും, എത്ര കഠിനമായാലും പേടിക്കേണ്ട ആവശ്യമില്ല, സംഭ്രമിക്കേണ്ട. ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. ദൈവം നമ്മുടെ രക്ഷകനും കാത്തു പരിപാലിക്കുന്നവനുമാണ്. അതിനാൽ നമുക്ക് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ബലം പരിമിതമാവുമ്പോൾ, നമുക്ക് ശക്തിയില്ല എന്ന് തോന്നുമ്പോൾ, നമ്മുടെ കൂടെ ആരുമില്ല എന്ന് തോന്നുമ്പോൾ, ഉടമ്പടിയിലൂടെ നമുക്കൊരു പുതിയ ശക്തി, ഒരു പുതിയ ആത്മീയ ധൈര്യമാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രശ്നങ്ങൾ നേരിടാനും ദൈവം സജീവമായി ഇടപെടുന്ന ഓരോ സാക്ഷ്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ ശക്തിയുള്ള കരങ്ങൾ നമ്മെ മുന്നോട്ട് നയിക്കുന്നതാണ് സാക്ഷ്യങ്ങളിൽ നമുക്ക് കേൾക്കുന്നത്. ചിപ്പി ജെയ്സിൻ്റെ സാക്ഷ്യവും അതുതന്നെയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും വളരെ അടുത്തറിഞ്ഞ ഒരു വലിയ ദൈവാനുഭവ സാക്ഷ്യമാണ് ചിപ്പി ജെയ്സ് നമ്മളോട് ഷെയർ ചെയ്തത്. നമ്മൾ ഇന്ന് ഉടമ്പടി മക്കൾ ഭൂമുഖത്തുള്ള മറ്റ് ജനതകളിൽ നിന്ന് വ്യത്യസ്തരാണ്. കാരണം ദൈവത്തിൻ്റെ ആ സാന്നിധ്യമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടി വഴി ലഭിക്കുന്ന ആ ദൈവ സാന്നിധ്യമാണ് നമ്മളെല്ലാം മക്കളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. ഉടമ്പടി നമുക്ക് ദൈവത്തിൻ്റെ സ്വന്തം ജനമാക്കുകയാണ്. അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരണം, അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതി നേടുകയും ചെയ്യട്ടെ എന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 13-ാം വചനം പറയുന്നുണ്ട്. നമ്മളും അതുപോലെ തന്നെയാണ്. ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്ന ജനമാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനതയാണ്. അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരണമേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് നമുക്ക് പുതിയ വഴികൾ തുറന്നു തരികയാണ്. നമ്മുടെ ലക്ഷ്യം വെറും അനുഗ്രഹങ്ങൾ മാത്രമല്ല, ദൈവത്തെ കൂടുതൽ അറിയാനും കൂടുതൽ സ്നേഹിക്കാനുമാണ്. അനുഗ്രഹങ്ങൾക്കായിട്ടാണ് നമ്മൾ തുടക്കത്തിൽ ഒരുപക്ഷെ കൃപാസന അമ്മയുടെ അരികിലേക്ക് വരുന്നത്. പക്ഷെങ്കിൽ പിന്നീട് സ്ലോലി ഗ്രാജുവലി നമ്മൾ അനുഗ്രഹത്തിൽ നിന്നും അഭിഷേകത്തിലേക്കാണ് നാം പോകുന്നത്. ആ ദൈവ സാന്നിധ്യം അടുത്തറിയുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ആ കൃപയിൽ ജീവിക്കാനുമാണ് നാം ആഗ്രഹിക്കുന്നത്. കൃപയിൽ നിലനിൽക്കുന്ന ഒരു വഴിയാണ് പരിശുദ്ധ അമ്മയും കൃപാസന ഉടമ്പടിയും. ദൈവത്തിൻ്റെ വഴികൾ അറിയാനും ദൈവകൃപയിൽ നിലനിൽക്കാനും പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുന്നു. പരിശുദ്ധ അമ്മ ആ കൃപയിൽ വളരാനും നമ്മെ യേശുവിൽ കൂടുതൽ അറിയാനും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആദ്യമായി ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച ഈ പുണ്യ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബേബി. ഞാൻ കൊല്ലം ജില്ലയിൽ ചവറയിൽ നിന്നും വരുന്നു. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുത്തത്. കാരണം എൻ്റെ മോള് SSLC +2 കഴിഞ്ഞിട്ട് എൻജിനീയറിങ്ങിന് മാർത്താണ്ഡം എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പോയി. അത് ഒരു സ്കോളർഷിപ്പ് ബേസിലാണ്. ഫോണിൽ വന്ന ഒരു മെസ്സേജ് മുഖേനയാണ് നമ്മൾ മോളെ അവിടെ സെലക്ട് ചെയ്തത്. അതും പ്രകാരം മോള് 2020-24 വർഷത്തിലാണ് അവിടെ പഠിച്ച് തീർന്ന് ആ നവംബറിൽ സർട്ടിഫിക്കറ്റ് ഒരു ഫംഗ്ഷൻ നടത്തി സർട്ടിഫിക്കറ്റ് തരുമെന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അപ്പം അതിനിടയിൽ വെച്ച് പേരൻസും കോളേജുമായിട്ടൊരു ബന്ധവുമില്ല, കുട്ടിയായിട്ടായിരുന്നു.
റിസൾട്ട് കഴിഞ്ഞ് ആ നവംബർ കഴിഞ്ഞിട്ടും സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കാര്യവും അറിയുന്നില്ല. അപ്പം ഞാൻ മോളോട് ചോദിച്ച്, എന്താ മോളെ ഇതിന് ഒരു ഇതുവരെ ഒന്നും ആയില്ലല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അത് അമ്മയെ ചോദിച്ചപ്പോൾ 4 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് ആ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ. കാരണം പിന്നെ 2 കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഫണ്ട് മുഖേനയാണ് ഈ സ്കോളർഷിപ്പ്. അപ്പോൾ ഈ ഫണ്ട് കേന്ദ്രവും സംസ്ഥാനവും കൊടുത്തിട്ടില്ല. അപ്പോൾ അതിന് ആ ഫണ്ട് 4 ലക്ഷം രൂപ കോളേജിന് കൊടുത്തെങ്കിൽ മാത്രമേ ഈ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ്. എങ്കിലും ഞങ്ങളൊരു പ്രതീക്ഷയിൽ 2 വർഷം കാത്ത്. അപ്പം എൻ്റെ അനിയത്തി ഇങ്ങനെ പറഞ്ഞ്, ഞാനിങ്ങനെ കരയുകയും പറയുകയും ചെയ്യും, കുഞ്ഞിൻ്റെ ഭാവി പോയല്ലോ, ഇനി എന്ത് ചെയ്യും പഠിക്കുന്നതിന്? എനിക്കാണെങ്കിൽ പഠിപ്പിക്കാനും ഒരു നിവൃത്തിയില്ലാത്ത ഒരു കുടുംബമാണ്. അപ്പോൾ SC കുട്ടിയുടെ സ്കോളർഷിപ്പാണ്. അപ്പോൾ ആ ഒരു സമുദായമായതുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു സാമ്പത്തികമൊന്നുമില്ല. അച്ഛനാണെങ്കിൽ കാല് വയ്യാത്ത ഒരു ആളാണ് അച്ഛൻ. ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. 2 പെൺകുട്ടികളാണ്. അപ്പോൾ ഇളയതാണ് ഇത്. അങ്ങനെ മാതാവിൻ്റെ അനിയത്തിയുടെ കൂടെ ഇവിടെ വന്നപ്പോഴും ഇവിടെ കാണാനായിട്ട് വന്നയാ. അവിടെ വന്നൊക്കെ വായിച്ചൊക്കെ നോക്കിയപ്പോൾ ഉണ്ട് പുതിയ ഉടമ്പടി എഴുതിയെടുക്കുന്നിടത്ത് അവിടെ ആരുമില്ല. അപ്പോൾ അനിയത്തി പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് അതും പ്രകാരം ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ മുമ്പിൽ വന്നിരുന്ന് ഇല്ല കസേരയെ വന്നിരുന്ന് ഞാൻ കരയുകയും പറയുകയും ചെയ്ത്, എനിക്ക് ഒരു നിവൃത്തിയില്ല, ആരുമില്ല സഹായിക്കാൻ. എൻ്റെ മോളുടെ ഭാവി ഇല്ലാതാകും, ഇനി അവളെ വേറെ പഠിപ്പിക്കാനും എൻ്റെ കയ്യിൽ ഒരു നിവൃത്തിയില്ല. മാതാവിനെ ഒരു വഴി ഒരുക്കി തരണം. അതുമല്ല ഞങ്ങളും കോളേജുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് എങ്ങനെ അമ്മേ ഞങ്ങൾ നേരിട്ട് അവിടെ എന്ത് ചെന്ന് ചോദിക്കുക, എങ്ങനെ ഇതിനൊരു പരിഹാരം എനിക്ക് കാണിച്ച് തന്നേ പറ്റത്തോളം എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി. വീട്ടിലിരുന്ന് എല്ലാ ദിവസവും 5:30 ആദ്യം പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഓരോ സാക്ഷ്യം ഫോണിൽ കേൾക്കുമ്പോൾ വെളുപ്പിനെ 3 മണിക്കിരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് അതിനകത്ത് സാക്ഷ്യം പറയുന്നതായിട്ട് കേട്ട് അങ്ങനെ ഞാൻ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ചൊവ്വാഴ്ച അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് എന്നെ ഒക്കുന്ന രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ച് അങ്ങേയറ്റം എന്നെ മോളെ സഹായിച്ചേ പറ്റത്തോളം എന്ന് പറഞ്ഞ്. അതുപോലെ രക്ഷകർത്താവുമായിട്ടും കോളേജുമായിട്ടും ഒരു ബന്ധവുമില്ല. ഞാൻ എങ്ങനെ ഇതിൻ്റെ ഒരു പരിഹാരം അമ്മ എനിക്ക് കാണിച്ച് തന്നേ പറ്റത്തോളം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഫോണിൽ ഈ കുട്ടികളെല്ലാം കൂടെ ഒരു ഗ്രൂപ്പാക്കി പേരൻസിനെ. അപ്പം ഓരോ രക്ഷകർത്താക്കൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, കുട്ടികളുമായിട്ട് നമുക്ക് കോളേജിലൊന്ന് ചെന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു വലിയ ആളുമായിട്ട് ഓഫീസിലൊന്നും അങ്ങനെ പോയി സംസാരിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഒരു പേടിയും ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ അമ്മയുടെ തൈലവും ഉപ്പുമായിട്ട് പോയി അവിടെ ചെന്ന് കയറിയപ്പോഴേ ഞാൻ അമ്മയെടുക്കെ പറഞ്ഞു, അമ്മ ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല, അമ്മ എനിക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ, എൻ്റെ കൂടെ വന്ന് എനിക്ക് വേണ്ടിയിട്ട് ഇതിനൊരു പരിഹാരം പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഓഫീസിൽ ചെന്ന് സംസാരിച്ച് നിന്ന കൂട്ടത്തിൽ ഞാൻ സാറിൻ്റെയൊക്കെ ചോദിച്ചു, സാറേ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും, ഈ കുട്ടികളുടെ 4-6 വർഷത്തെ ഭാവിയല്ലയോ പോയത്, ഇതാദ്യമേ അങ്ങ് ഒഴിച്ചു വിട്ടിരുന്നെങ്കിൽ ഞങ്ങളാൽ ഒക്കുന്ന രീതിയിൽ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ പഠിപ്പിച്ചേനല്ലോ സാറേ, ഇത് എന്താ ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റത്തോളെന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് ഈ ഉപ്പും അവിടെ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ആ ഓഫീസിൽ സാറ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, താഴെ പ്രിൻസിപ്പളുമായിട്ടൊന്ന് കാണ്, ഞങ്ങൾ അപ്പോഴത്തേക്ക് മാനേജ്മെൻറ്റുമായിട്ടൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ താഴെ വന്നു പ്രിൻസിപ്പാളിൻ്റെ റൂമിലോട്ട് ചെന്നപ്പോൾ പ്രിൻസിപ്പാളും ആ ഓഫീസിലെ സാറുമായിട്ടായിരിക്കാം എന്തോ സംസാരിക്കുന്നു. ഞങ്ങളവിടെ മാറി നിന്ന് അവിടെയും ഞാൻ നമ്മുടെ ഉപ്പ് കൊണ്ടുവന്ന് ഇട്ട് പ്രാർത്ഥിച്ച് അവിടെ നിൽക്കുമ്പോൾ ഈ സാറ് വന്നിട്ട് പറഞ്ഞ്, കോളേജിനും പിന്നെ കുട്ടികൾക്കും നഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യ്, ഞാൻ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ച് ഈ 4 ലക്ഷം എന്നുള്ളത് 50,000 രൂപ അടച്ചാൽ ഇത് തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ ആ 2024 മുതൽ ഇങ്ങോട്ട് ഒരു 10-500 കുട്ടികളോളം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കും നഷ്ടമാണെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ വീട്ടിൽ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞ് സമ്മതിയിരുവച്ചേ, നമുക്ക് എങ്ങനെയെങ്കിലും അത് കൊടുക്കാമെന്ന് പറഞ്ഞ്. അപ്പം കുട്ടികളായിട്ട് സംസാരിച്ചില്ലായിരുന്നു. അങ്ങനെ വീണ്ടും കുട്ടികൾ മാത്രമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ മോടെ കയ്യിൽ അമ്മയുടെ ലോക്കറ്റും ഒക്കെ കൊടുത്ത് വിട്ടിട്ട് പറഞ്ഞു, മോളും സംസാരിയിട്ടെന്ന് പറഞ്ഞ്. അങ്ങനെ വീണ്ടും 10,000 കുറച്ച് 40,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ കഴിഞ്ഞ മാസം എൻ്റെ മോടെ സർട്ടിഫിക്കറ്റ്
ഞങ്ങളുടെ കയ്യിൽ തന്ന് അങ്ങനെ എല്ലാ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, TC എല്ലാ സർട്ടിഫിക്കറ്റും തന്ന് ഞങ്ങളെ വിട്ട്. അപ്പോൾ അമ്മയുടെ പൂർണ്ണമായ ഒരു അനുഗ്രഹമാണ് അവിടെ എനിക്ക് കിട്ടിയത്. പിന്നെ ചെറുതും വലുതുമായ ഒരുപാട് സഹായം അമ്മയിൽ നിന്ന് ഞങ്ങൾക്കുണ്ട്. കാരണം മിക്ക മാസങ്ങളിലും തത്തിപ്പൊത്തി പോകാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ടി വന്നിട്ടില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഏത് രീതിയിലെങ്കിലും 10 രൂപ കാശ് എൻ്റെ കയ്യിൽ വന്നെത്തുകയും ചെയ്യും. അതുപോലെ തന്നെ ഞാൻ വയ്യാത്ത ആളുകൾക്കും ഒരുപാട് എന്നെ കൊണ്ടൊക്കുന്ന രീതിയിലുള്ള സഹായവും അതേപോലെ വസ്ത്രവും ഒക്കെ ഞാൻ എന്നെ കൊണ്ടൊക്കുന്ന രീതിയിൽ ഞാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ മാസവും വന്ന് ഇവിടെ വന്ന് കൃപാസന പത്രം മേടിച്ച് ഞങ്ങളുടെ സ്ഥലത്തുള്ള ആളുകൾക്ക്, എൻ്റെ കൂട്ടുകാരികൾക്കും എല്ലാം കൊണ്ടുവന്ന് കൊടുത്ത് മോടെ കാര്യങ്ങൾ പറയുകയും ചെയ്യുമായിരുന്നു. അച്ഛൻ്റെ ദാനവും സാക്ഷ്യവും എല്ലാം ഞാൻ ഫോണിലൂടെ കണ്ട് ഇപ്പോഴും പ്രാർത്ഥന മക്കളും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അറിയിച്ചുകൊണ്ട്. എൻ്റെ പേര് സുമി. എൻ്റെ അമ്മ വന്നിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അതിന് മുന്നേയും എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും വിശ്വാസമില്ലായിരുന്നു. ആദ്യമൊന്നും 4 ലക്ഷം രൂപ പറഞ്ഞിരുന്ന സ്ഥാനത്ത് എനിക്ക് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. ഞങ്ങൾ അന്വേഷിച്ചപ്പോഴൊക്കെ പറഞ്ഞത് ഇങ്ങനെ പൈസ കൊടുത്താലേ പറ്റൂ, അല്ല നിങ്ങൾക്ക് തരാനൊന്നും ഒരു വഴിയില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ സ്റ്റുഡൻസ് മാത്രം പോയി അന്വേഷിച്ചൊരു സമയത്തൊക്കെ അങ്ങനെ പിന്നാണ് ഞങ്ങൾ തീരുമാനിച്ചെങ്കിൽ ശരി പേരൻസിനെയും കൂടെ കൊണ്ടുപോയി ഒന്നുകൂടെ ഒന്ന് ചോദിച്ച് നോക്കാം, ഇല്ലെങ്കിൽ കേസോ എങ്ങനെയെങ്കിലും നമുക്ക് സർട്ടിഫിക്കറ്റ് മേടിച്ചെടുക്കാം എന്നും പറഞ്ഞിട്ടാണ് നിന്നിരുന്നത്. അമ്മ പോയി ഇങ്ങനെ ഉപ്പൊക്കെ ഇടുമ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ അമ്മ ഉപ്പിട്ട് ഇങ്ങോട്ട് മാറിയപ്പോഴേ അമ്മ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടന്നത്. അപ്പോൾ അപ്പോഴാണ് എനിക്ക് വിശ്വാസമായത് ഇങ്ങനെയൊക്കെയുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ കൂടെ നമ്മുടെ അമ്മ മാതാവ് ഉണ്ടെന്ന്. ഞാൻ അന്ന് തൊട്ട് ഞാൻ പിന്നെ അമ്മയുടെ കൂടെ പ്രാർത്ഥിക്കാനൊക്കെ വൈകിട്ടിരിക്കും. എന്നെ കൊണ്ടാവുന്ന വിധം ഞാനും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. ഫോണിലൊക്കെ വരുന്ന വയ്യാത്ത കുട്ടികളുടെയൊക്കെ കാണുമ്പോൾ ഞാനും എന്നെ കൊണ്ടാവുന്ന പോലെ 50 രൂപ 100 രൂപ ഞാനും സ്കാൻ ചെയ്തൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. അതിനും അമ്മ മാതാവിനും ഉണ്ണിയൂശയ്ക്കും കോടാനുകോടി നന്ദി. സങ്കീർത്തനങ്ങൾ 91:4 തൻ്റെ തൂബലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും, അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും, അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയം ആയിരിക്കും. ബേബി എന്ന ഈ സഹോദരി തൻ്റെ മകളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ക്ലേശകരമായ ഒരു പ്രതിസന്ധിയിലാണ് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വന്ന ഉടമ്പടി എടുക്കുന്നത്. സഹോദരി സൂചിപ്പിച്ചു, ഒരു സ്കോളർഷിപ്പിൻ്റെ ബേസിസിൽ എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കുകയും സ്കോളർഷിപ്പ് സർക്കാരുകൾ അനുവദിക്കാതിരുന്നത് കൊണ്ട് കോഴ്സ് പൂർത്തിയായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ മക്കളുടെ 2 വർഷത്തെ ജീവിതം പോലും താറുമാറാക്കിക്കൊണ്ട് ആ ഒരു പ്രശ്നം മുന്നോട്ട് തുടരുമ്പോഴാണ് ഈ അമ്മ മകളെ ഓർത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അമ്മയുടെ വാക്കുകളിൽ വളരെ വ്യക്തമാണ്, ഓരോ നിമിഷവും കണ്ണീരോടെ അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്ത് മകളെ കൊടുത്ത് പ്രയാസങ്ങൾ എന്തു തന്നെയാണെങ്കിലും പ്രശ്നം ഏതു തന്നെയാണെങ്കിലും തന്നെക്കൊണ്ട് സ്വയം പരിഹരിക്കുവാനാവാത്ത സാമ്പത്തികമായി യാതൊരു നിവൃത്തിയുമില്ലാത്ത തൻ്റെ കുടുംബത്തിന് ഈ വിഷയത്തിന്മേൽ ദൈവശക്തിയാൽ കൃപാസന മാതാവിൻ്റെ പ്രത്യേക ഇടപെടലിനാൽ സംരക്ഷണം ലഭിക്കുവാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അമ്മ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ വലിയ ആൾക്കാരുടെയൊന്നും സംസാരിച്ച് പരിചയമില്ല, ഞാനങ്ങനെ സംസാരിച്ചിട്ടില്ല, എങ്കിലും അവിടെ പോയി പൂർണ്ണമായ വിശ്വാസത്തോടെ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ആ പ്രശ്നം ഏൽപ്പിച്ചു കൊടുത്ത് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ വിഷയത്തിന് ഈ ദിവസം പരിഹാരത്തിന് വേണ്ടി അമ്മ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ 4 ലക്ഷം രൂപ എന്നത് 40,000 രൂപയായി ആ അടയ്ക്കേണ്ട തുക കുറച്ചുകൊണ്ട് അമ്മ മാതാവ് ആ പ്രശ്നത്തിന് മകൾക്ക് മാത്രമല്ല കൂടെയുള്ള കുട്ടികൾക്ക് കൂടി എന്നേക്കുമായി പരിഹാരം നൽകുന്നു. മകൾക്ക് മുൻപ് അവിടെ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിയ പലരും 3 ലക്ഷം 2.5 ലക്ഷം 4 ലക്ഷം ഒക്കെ അടച്ചു വാങ്ങിയവരാണ്.
അമ്മ മാതാവ് പ്രതിസന്ധിയിൽ നമുക്കെപ്പോഴും പ്രത്യാശ പകരുകയും ഭാരങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് ജീവിതം ശുഭകരമാകുവാൻ വേണ്ടി കൂടെ നിന്ന് സഹായിക്കുകയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. മകൾക്ക് അമ്മയുടെ ഈ പ്രാർത്ഥനാ രീതി, അമ്മയുടെ ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം, അതിലൊന്നും ഒട്ടും വിശ്വാസമില്ലാതെ അമ്മയെപ്പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അകന്നകന്ന് പോയതും മകൾ സൂചിപ്പിച്ചു. എന്നാൽ അമ്മ അവിടെയൊക്കെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും നിമിഷ നേരങ്ങൾ കൊണ്ട് തീരുമാനങ്ങൾ അമ്മ മാതാവ് സമയച്ചുരുക്കത്തിന് അമ്മ ക്രമീകരിച്ചു കൊടുക്കുകയും ഒത്തിരി തവണ കുട്ടികൾ, മോളും അവൻ്റെ കൂട്ടുകാരും ഒത്തിരി തവണ കോളേജിൽ കയറി ഇറങ്ങിയിട്ട് ഉണ്ടാവാതിരുന്ന പരിഹാരം സമയച്ചുരുക്ക മാതാവ് ഒറ്റത്തവണ അമ്മ ഉടമ്പടി നേർച്ച വസ്തുവുമായി കോളേജിൽ വന്നപ്പോൾ തീർപ്പ് കൽപ്പിച്ച് സുരക്ഷിതമാക്കിയതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക. നമ്മുടെ ജീവിത വിഷയത്തിൻ്റെ ഭാരം എത്രയാകട്ടെ, നമുക്ക് സ്വയമേവ പരിഹാരം ഒന്നും മുൻപിലില്ലാതിരിക്കട്ടെ, അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് സമർപ്പണത്തോടു കൂടി നേർച്ച വസ്തുക്കൾ വിശ്വാസത്തോടെ പ്രയോഗിക്കാം. അത് അത്ഭുതകരമായ ഇടപെടലുകളും ജീവിത വിഷയങ്ങൾക്ക് പരിഹാരവും നമുക്ക് നേടിത്തരും. അമ്മ അത്ര ശക്തമായി ഈശോയുടെ സന്നിധിയിൽ ഓരോ നിമിഷവും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി. സ്തുതിയായിരിക്കട്ടെ. ആദ്യമേ തന്നെ എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ പരിശുദ്ധ അൾത്താരയിൽ നിന്ന് ഈശോയുടെ നാമം മഹത്വപ്പെടുത്താനായിട്ട് എന്നെ അനുഗ്രഹിച്ചതിന്. എൻ്റെ പേര് ജിനി, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ ഇടവക പായിപ്പാട് ലൂർദ് മാതാ ചർച്ചാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബർ 9 ഞാനൊരു നേഴ്സാണ്. എനിക്കൊരു ഗവൺമെൻറ് ജോലി ലഭിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞാനൊരു 2013 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സ്റ്റാഫ് നേഴ്സിൻ്റെ PSC എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഏറ്റവും നല്ല കോച്ചിങ് സെൻറ്ററൊക്കെ തിരഞ്ഞെടുത്ത് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തൊക്കെ ഞാൻ പഠിച്ച് എക്സാം എഴുതിയിട്ടുണ്ട്. എങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ പോലും എൻ്റെ പേര് വന്നിട്ടില്ല. അങ്ങനെ എൻ്റെ കഴിവുകൊണ്ട് ഇനി എനിക്കൊരു ജോലി കിട്ടില്ല എന്ന് ഉറപ്പായപ്പോഴാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് പോകുമ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ ഏജ് ഓവർ ആകാറായി. അപ്പോൾ ഞാൻ ഒരു എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്ന അതിൻ്റെ എക്സാമിൻ്റെ 2 മാസം മുന്നാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ എന്നെ ഉൾപ്പെടുത്തി എനിക്കൊരു ജോലി തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ എക്സാം വന്നു. എക്സാമിന് കാശുരൂപവും നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചാണ് പോയത്. എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മാർക്ക് കട്ട് ഓഫ് മാർക്കിലും താഴെയായിരുന്നു. ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് എനിക്ക് റിസർവേഷനൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചപ്പം PSC ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് EWSൻ്റെ സർട്ടിഫിക്കറ്റിനെ പറ്റി പറഞ്ഞു. അങ്ങനെ ഞാനതിന് അപ്ലൈ ചെയ്യാനായിട്ട് പോയി. വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ ഓഫീസിന് പുറത്ത് വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അകത്ത് കയറുന്നത്. അങ്ങനെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ സമയച്ചുരുക്കത്തിൽ എനിക്ക് ഒത്തിരി കയറി ഇറങ്ങി നടക്കേണ്ടതായിട്ടൊന്നും വന്നില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടി അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വെരിഫിക്കേഷന് പോകുമ്പോഴും ഇൻ്റർവ്യൂവിന് പോയപ്പോഴെല്ലാം PSC ഓഫീസിൽ വിശുദ്ധ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേക്കും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ EWS കാറ്റഗറിയിൽ 3ാമത്തെ റാങ്ക് നൽകി ഈശോയും അമ്മ എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വിശ്വസ്തയോടുകൂടി തന്നെ മുന്നോട്ട് പോയി. ഞാൻ സാക്ഷ്യങ്ങളിലൊക്കെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ ഞാനും അമ്മയോടൊരു ഡേറ്റ് പറഞ്ഞു. 2026 മെയ് മാസത്തിന് മുന്നേ എനിക്കൊരു ജോലി നൽകി അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോഴും എനിക്ക് അറിയില്ല, ഇത്രയും കുറച്ച് സമയമുള്ളൂ, അതിനുള്ളിൽ ജോലി കിട്ടുമെന്നൊന്നും അറിയില്ല. എങ്കിലും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി. എൻ്റെ 7ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ബ്രദർ എന്നോട് ചോദിച്ചു, അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞില്ല, സാക്ഷ്യം ഇവിടെ എഴുതി കൊടുത്തിട്ടേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, 7 തവണ ഉടമ്പടി പുതുക്കിയിട്ടും അൾത്താരയിൽ സാക്ഷ്യം പറയാൻ പറ്റിയില്ലെങ്കിൽ മാതാവ് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് അതിനർത്ഥം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാനന്ന് ഇവിടുന്ന് പോകുമ്പം ഇവിടെ നിന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഒത്തിരി അടയാളങ്ങളെല്ലാം ഉടമ്പടി എടുത്തതിന് ശേഷം സുഗന്ധാഭിഷേകമായിട്ടും തിരിയിലും അതുപോലെ ഞാൻ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഡ്രസ്സിലൊക്കെ ആണെങ്കിലും ഒത്തിരി അടയാളങ്ങൾ അമ്മ തന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്തത് ഒരു 9 മാസം, അതായത് സെപ്റ്റംബർ മാസത്തിലാണ്. അതുപോലെ എൻ്റെ എക്സാം ഒരു നവംബർ 9 ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് മാർച്ച് 19. പിന്നെ എൻ്റെ ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 29 ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത് ഒരു ഡിസംബർ 9 അങ്ങനെ എല്ലാത്തിലും 9 എന്നുള്ളൊരു ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ 9ാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ എനിക്ക് ഈ അൾത്താരയിൽ നിന്ന് എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡറുമായിട്ട് സാക്ഷ്യം പറയാനായിട്ട് അമ്മ അനുഗ്രഹിക്കണം, ഈശോയിൽ നിന്ന് എനിക്കൊരു ജോലി വാങ്ങിത്തരണമെന്ന് പ്രാർത്ഥിച്ചു പോയി. അങ്ങനെ 8ാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം ഇവിടെ വരാനും എൻ്റെ റാങ്ക് ലിസ്റ്റ് കൊണ്ടുവന്ന് ഞാൻ അമ്മയുടെ രൂപത്തിൽ മുട്ടിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി. ആ മാസം തന്നെ എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. അങ്ങനെ ഡിസംബർ കഴിഞ്ഞ് ജനുവരിയും ഫെബ്രുവരി ആദ്യമൊക്കെ ആയിട്ടും ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല. അപ്പോൾ ഫെബ്രുവരി 28 എൻ്റെ 9ാമത്തെ ഉടമ്പടി പുതുക്കേണ്ടത്. ഞാൻ കൃത്യമായിട്ട് വന്ന് ഉടമ്പടി പുതുക്കുന്ന ആളാണ്. അപ്പം ഫെബ്രുവരി ആദ്യമൊക്കെ ആയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ്, കുഴപ്പമില്ല, എനിക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും എപ്പോഴാണോ ഇഷ്ടം അന്നേരം ജോലി തന്നാൽ മതി, എന്ത് തന്നെ ആയാലും ഞാൻ 28 വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി, 9ാമത്തെ ഉടമ്പടി പുതുക്കി, ഞാൻ മുന്നോട്ടും ഉടമ്പടിയിൽ തന്നെ ജീവിക്കുമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഫെബ്രുവരി 18 എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അതും ദൈവാനുഗ്രഹത്താലും അമ്മയുടെ സംരക്ഷണത്താലും നിസ്സാരമായ പരിക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കാലിൻ്റെ ലിഗമെൻറ്റിനൊരു പൊട്ടലുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് അന്ന് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞുകൊണ്ട് എനിക്ക് ആ 28 ഇവിടെ വരാനോ ഉടമ്പടി പുതുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ എനിക്ക് അതിലൊരു വിഷമം ഉണ്ടായിരുന്നു. ഞാൻ മാർച്ച് ഫസ്റ്റ് വീക്ക് ഓൺലൈനായിട്ട് എൻ്റെ ഉടമ്പടി പുതുക്കി. അങ്ങനെ മാർച്ച് 9 ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു 14 വേക്കൻസി ഞങ്ങളുടെ ലിസ്റ്റിന് കിട്ടും. അതിൽ 14ാമത്തെ ആളായിട്ട് എന്നെയും ഉൾപ്പെടുത്തി എൻ്റെ ഈശോയും അമ്മ മാതാവും അനുഗ്രഹിച്ചു. അങ്ങനെ മാർച്ച് 28 എൻ്റെ അഡ്വൈസ് പ്രൊഫൈലിൽ വന്നു. അപ്പോഴും എനിക്ക് ഇവിടെ വന്ന് നന്ദി പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അപ്പോൾ എനിക്കൊരു സിവിയറായിട്ടൊരു ബ്ലീഡിങ് വരുവും ചെറുതായൊരു സർജറി ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് അപ്പോഴും എനിക്ക് ഇവിടെ വരാൻ പറ്റിയില്ല. അങ്ങനെ ആ സമയം അപ്പോഴത്തേക്കും എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ എൻ്റെ കയ്യിൽ കിട്ടി. ഇന്ന് ഞാൻ എൻ്റെ 9ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടാണ് ഇപ്പോൾ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുന്നത്. നാളെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ വന്ന് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞ് സാക്ഷ്യം പറയുമെന്ന്. നാളെ ഏപ്രിൽ 28 ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഞാൻ അന്ന് അമ്മയോട് പറഞ്ഞത് എനിക്ക് മെയ് മാസം 2026 മെയ് മാസത്തിന് മുമ്പ് ഒരു ഗവൺമെൻറ് ജോലി തന്ന് അനുഗ്രഹിക്കണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അത് എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഈശോ വഴിയായിട്ട് സാധിച്ചു തന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഈശോ എനിക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. 2ാമത്തെ സാക്ഷ്യം എനിക്ക് ലഭിച്ചൊരു രോഗസൗഖ്യമാണ്. എൻ്റെ ലെഫ്റ്റ് ആക്സിലയിൽ ഒരു ചെറിയൊരു തടിപ്പ് പോലെ തോന്നി. അപ്പോൾ അത് കണ്ടപ്പോൾ തൊട്ട് ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും ആക്സിലയുടെയും ബ്രസ്റ്റിൻ്റെയും സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടായിരുന്നതുകൊണ്ട് തൈറോയിഡിൻ്റെ സ്കാനും കൂടെ എടുക്കാൻ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ സ്കാനിങ്ങിന് പോയപ്പോൾ കാശുരൂപം ഒക്കെ കൊണ്ടുപോയി വിശുദ്ധ ഉപ്പിട്ട് സ്കാനിങ്ങിൻ്റെ മെഷീൻ്റെ അടുത്ത് വിശുദ്ധ ഉപ്പിട്ടൊക്കെ പ്രാർത്ഥിച്ചു. അമ്മയോട് ഞാനൊരു അടയാളം ചോദിച്ചായിരുന്നു. അപ്പം സ്കാനിങ്ങിന് കയറി ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന റൂമിൽ എനിക്ക് നമ്മുടെ 2025 ഒക്ടോബർ മാസത്തിൽ നമ്മുടെ ജപമാല റാലിയുടെ പത്രം, പരിശുദ്ധ അമ്മയുടെ ഈ ഫുൾ പിക്ചറോടുള്ള പത്രം എനിക്ക് അമ്മ ഒരു അടയാളമായിട്ട് തന്നു. അമ്മ എൻ്റെ കൂടെയുണ്ട്, അമ്മ സഞ്ചാരി മാതാവാണല്ലോ, അമ്മ കൂടെ ഉണ്ടെന്നുള്ളൊരു അടയാളം എനിക്ക് തന്നു. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞ് റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ ആക്സിലയുടെ ബ്രസ്റ്റിൻ്റെ സ്കാനിൽ യാതൊരു കുഴപ്പവും ഇല്ല, ഒരു മാരക രോഗങ്ങളും ഇല്ല, കൊഴുപ്പടിഞ്ഞതാണെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ തൈറോയിഡിൻ്റെ സ്കാനിൽ എനിക്ക് തൈറോയിഡിൽ 2 മുഴയുണ്ട്. അതുപോലെ തന്നെ അതിനോട് ചേർന്നുള്ള ലിംഫ് നോഡ് ഒരു ക്യാൻസറസ് ആയിട്ടാണ് തോന്നുന്നത്. റിപ്പോർട്ടിലുണ്ടായിരുന്ന മെറ്റാസ്റ്റാറ്റിക് ലിംഫഡിനോപ്പതി എന്നാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് അപ്പം തന്നെ പറഞ്ഞ് എത്രയും പെട്ടെന്നൊരു ഓൺകോ സർജനെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടിയിലായതുകൊണ്ട് എനിക്കപ്പോൾ തോന്നിയത് ഏറ്റവും ആദ്യം എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് പറയണമെന്നാണ്. അങ്ങനെ ഞാനിവിടെ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇവിടെ കൃപാസനത്തിൽ വന്നു. അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എനിക്ക് മാരകമായ ഒരു അസുഖങ്ങളും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ എനിക്ക് അച്ഛന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. അച്ഛനെ അൾത്താരയെ വെച്ച് സൈത്ത് പൂശി എൻ്റെ തൊണ്ടയിൽ പൂശി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ഡോക്ടറെ കണ്ടു, ബയോപ്സി എടുത്തു. ബയോപ്സി എടുത്തപ്പോഴേക്കും അതിൽ യാതൊരു ക്യാൻസർ സെല്ലും ഇല്ല, ഒരു കുഴപ്പവും ഇല്ലെന്ന് റിപ്പോർട്ട് വന്നു.
എങ്കിലും ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടി കൺഫേം ചെയ്യാനായിട്ട് ഒരു MRI സ്കാൻ കൂടി ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ അത് ചെയ്തപ്പോഴും എൻ്റെ ലിംഫ് നോഡിന് യാതൊരു കുഴപ്പങ്ങളുമില്ല. അതുപോലെ 2 മുഴയുണ്ടെന്ന് പറഞ്ഞത് അത് 1 മുഴ മാത്രമേ ഉള്ളൂ. അതും ആദ്യത്തെ സ്കാനിങ്ങിലേക്കാളും തീരെ സൈസ് കുറവായിട്ടാണ് കണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇപ്പോൾ സർജറി ഒന്നും ചെയ്യേണ്ട, ഒരു കുഴപ്പവും ഇല്ല. അതും എൻ്റെ ഈശോയും അമ്മ എനിക്ക് സൗഖ്യം തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എനിക്ക് ലഭിച്ച ഈ രോഗസൗഖ്യത്തിന് ഒത്തിരി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് എല്ലാ മാസവും ഇവിടെ വന്ന് 2 കെട്ട് പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡും ഗവൺമെൻറ് ഹോസ്പിറ്റലിലെല്ലാം പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് എല്ലാവർക്കും കൊടുക്കും. പിന്നെ വിശേഷവിധിയായിട്ട് ചെയ്യുന്ന ഞാൻ PSC എക്സാമിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും. അതിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രിൻ്റ് ഔട്ട് എടുത്ത് പിൻ ചെയ്ത്, അതുപോലെ തന്നെ ആദ്യമൊക്കെ ഞാൻ വചനങ്ങൾ പത്രത്തിൽ എഴുതുമായിരുന്നു. പിന്നെ ആയപ്പോൾ ഞാനൊരു ചെറിയ പീസ് പേപ്പറിൽ വചനങ്ങൾ എഴുതി അത് പത്രത്തോടൊപ്പം പിൻ ചെയ്ത് തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ഈ റാങ്ക് ലിസ്റ്റിൽ വരുന്നതെന്ന് പറഞ്ഞ് എൻ്റെ അനുഭവം പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ധ്യാനം സാക്ഷ്യങ്ങളെല്ലാം ഷെയർ ചെയ്യും. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഫുഡ് വീട്ടിലുണ്ടാക്കി കൊടുക്കും. ആദ്യമൊക്കെ ഹോസ്പിറ്റലുകളിലായിരുന്നു, ഇപ്പോൾ വഴിയരികിലൊക്കെ യാചകരായിട്ടിരിക്കുന്നവർക്കെല്ലാം ഫുഡ് കൊടുക്കും. അതുപോലെ തന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അമ്മമാരുള്ളൊരു അനാഥാലയത്തിൽ അവർക്ക് ഫുഡും പിന്നെ സാമ്പത്തികമായിട്ടും എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ കൊടുക്കാറുണ്ട്. പിന്നെ അവിടെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം അവരോട് ചോദിച്ചിട്ട് എന്താണോ ആവശ്യം എന്ന് ചോദിച്ചറിഞ്ഞിട്ട് അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. രോഗികളായിട്ട് കഴിയുന്നവരെ കാണാനും അവർക്കും കഴിയുന്ന പോലെയെല്ലാം സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഈശോ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. തുടർന്നും ഉടമ്പടിയിൽ മരണം വരെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജെറമ്യ 29:12-13 തിരുവചനങ്ങൾ. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ നിങ്ങൾ കണ്ടെത്തും. ജിനിമോൾ ജോസഫ് എന്ന ഈ സഹോദരി തനിക്കൊരു സ്ഥിര ജോലിക്ക് വേണ്ടി, സർക്കാർ ജോലിക്ക് വേണ്ടിയുള്ള നിയോഗം അമ്മയുടെ തിരുനടയിൽ സമർപ്പിക്കുവാനാണ് ഉടമ്പടി എടുക്കുന്നത്. മകൾ പറഞ്ഞു 2013 മുതൽ തുടർച്ചയായി സർക്കാർ ജോലി ലഭിക്കുന്നതിന് വേണ്ടി PSCയുടെ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഒരു റാങ്ക് ലിസ്റ്റിൽ പോലും ഉൾപ്പെടാതെ മകളിങ്ങനെ ക്ലേശിച്ച് 10-12 വർഷത്തോളം മുന്നോട്ട് പോയിട്ടാണ് അമ്മ മാതാവിൻ്റെ അരികിൽ ഉടമ്പടി എടുത്ത് അവസാനത്തെ ഒരു പരീക്ഷ നഴ്സിങ്ങിൻ്റെത് മകൾ എഴുതുന്നത്. ആ പരീക്ഷ എഴുതുന്നതിന് മുമ്പായി വന്ന ഉടമ്പടി എടുക്കുന്നു. ഉടമ്പടി വിശ്വസ്തതയിൽ ജീവിക്കുവാൻ തീരുമാനിക്കുന്നു. മാതാവിൻ്റെ സന്നിധിയിൽ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 2026 മെയ് മാസത്തിന് മുമ്പ് മകൾക്ക് ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി അമ്മയുടെ സംരക്ഷണം തേടിയാണ് പ്രാർത്ഥിക്കുന്നത്. മകൾ സാക്ഷ്യത്തിൽ ഉടനീളം പറഞ്ഞു 9 എന്ന സംഖ്യ ആ ഉടമ്പടി എടുത്ത ദിവസം മുതൽ ഉടമ്പടിയുടെ ഓരോ മുന്നോട്ടുള്ള വഴികളിലും അനുഗ്രഹത്തിൻ്റെ അടയാളമായി അമ്മ നൽകിയിരുന്നു. അതുപോലെ തന്നെ അമ്മ അടയാളങ്ങളിലൂടെ, അത് തിരിയിലാവട്ടെ, സ്വപ്നങ്ങളിലാവട്ടെ, ഇൻ്റർവ്യൂവിന് പോകുന്ന ഇടങ്ങളിലാവട്ടെ, പരീക്ഷയുടെ ഇടങ്ങളിലാവട്ടെ, എല്ലായിടത്തും അമ്മ മാതാവിനെ കോറിലേറ്റ് ചെയ്യുന്ന അടയാളങ്ങൾ നൽകിക്കൊണ്ട് ആ ഉടമ്പടിയിലുള്ള മകളുടെ ഉടമ്പടി നിയോഗത്തെ അംഗീകരിക്കുന്നു, അനുഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നു. മകൾ ഈ അൾത്താരയിൽ ഈ സാക്ഷ്യത്തെ പ്രത്യേകമാവിധം സമർപ്പിക്കുമ്പോൾ മകൾ പറയുന്നുണ്ട്, ഞാൻ വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിക്കുവാൻ, ഉടമ്പടിയിൽ പറഞ്ഞിരുന്ന ഏതൊരു ചെറിയ കാര്യത്തെയും പൂർണ്ണമായ സന്തോഷത്തോടും ദൈവസ്നേഹത്തോടും കൂടി നിർവഹിക്കുവാൻ ഞാൻ ശ്രദ്ധ ചെലുത്തുമായിരുന്നു. അത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതിലാണെങ്കിലും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതിലാണെങ്കിലും അല്പം പോലും മടികൂടാതെ പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഓരോ കാര്യവും ചെയ്തു പോയിക്കൊണ്ടിരുന്നു. മകൾ പറയുന്നുണ്ട്, റാങ്ക് ലിസ്റ്റ് ഏതാണ്ട് ക്യാൻസലാകുവാൻ പോകുന്ന അവസാന അവസരമാണിത്. ആ ലിസ്റ്റിൽ നിന്ന് 14 ഒഴിവ് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ 14ാമത്തെ വ്യക്തിയായി മകളെ നിയമനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്.
അമ്മയുടെ കരങ്ങളിൽ നമ്മൾ വിശ്വാസപൂർവം ഒരു നിയോഗം സമർപ്പിക്കുകയും ശരണപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിക്കുകയും ചെയ്താൽ അവസാനത്തവനാണെങ്കിലും അമ്മ അതിൽ നിന്ന് നമ്മളെ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശുഭകരമാക്കും. മകൾ ഡേറ്റ് ഇട്ടതുപോലെ അമ്മ അത് അംഗീകരിച്ച് അനുവദിച്ചു കൊടുത്തു. 2 ദിവസം കൂടിയേ ഉള്ളൂ മെയ് മാസം എത്തിച്ചേരുവാൻ. അതിനു മുമ്പ് മകളുടെ നിയോഗത്തെ സാധൂകരിച്ച് അനുഗ്രഹിച്ചു. മകൾ ആഗ്രഹിച്ചതുപോലെ സർക്കാർ ജോലി അമ്മ മാതാവ് നേടിക്കൊടുത്തു. മകളുടെ ജീവിതത്തെ ശുഭകരമാക്കി. മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിനും ആത്മീയ സംരക്ഷണത്തിനും ഉടമ്പടിയിലൂടെ ലഭിച്ച പ്രത്യേകമായ ദൈവാനുഭവങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട്